ലോകൈകനാഥ വസിക്കങ്ങളിൽ ആത്മനാഥ പുനരൈക്യമേകാൻ തിരുശക്തിയേകി സദയം ഞങ്ങളിൽ വാഴ്ക, സദയം ഞങ്ങളിൽ വാഴ്ക. നമ്മളിന്ന് വേർപെട്ടുപോയ പൂർവ്വ അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരെയും, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഒന്ന് ഓർക്കാനായിട്ട് നമ്മൾ ഒരു സെക്കൻഡ് മൗനം ആയിരിക്കും. സ്നേഹ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകൾ, നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ സാർ അവറുകൾ, ശ്രീ സിബി മാത്യു, നമ്മുടെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലും നമ്മുടെ രക്ഷാധികാരിയുമായ ഡോക്ടർ ഗിരീഷ് കുമാർ സാർ, അതുപോലെ പി വി ജോസഫ് അച്ഛ, നമ്മുടെ പൂർവ്വവിദ്യാർത്ഥികളായ വിൽസൺ മാത്യു, ഡോക്ടർ അനിൽകുമാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ പോലും നമുക്ക് ഏവർക്കും കുറച്ചൊരു നിരാശയൊക്കെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ ആളുകളൊന്നും എത്തിയിട്ടില്ല എന്നുള്ളത്. എന്നാലും നമുക്ക് സന്തോഷം തന്നെയാണ്. കാരണം ആകുന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പല പല കാരണങ്ങളാലാണ് ആളുകൾക്ക് വരാൻ സാധിക്കാതെ പോയത്. അപ്പോൾ അവരാരും വന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ഡെസ്പാകേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. പിന്നെ എല്ലാവരും ഓരോരോ പ്രായത്തിലേക്ക് കടന്നിരിക്കുന്നവരാണ്. അസുഖങ്ങളുണ്ടാവാം, ഉത്തരവാദിത്തങ്ങളുണ്ടാവാം. അപ്പം അതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യങ്ങളില്ല, നമ്മളെ നിരാശപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല എന്ന് ആദ്യം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്നെ നിക്ഷിപ്തമായിരിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സിബി മാത്യുവിനെ ഞാൻ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട യാതൊരു കാര്യമില്ല. അദ്ദേഹം നമ്മുടെ ഈ ഗ്രൂപ്പിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, അദ്ദേഹം ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാ ദിവസവും, മിക്കവാറും ദിവസവും നമുക്ക് കാണാനുള്ള ഗ്രൂപ്പിലൊക്കെ അദ്ദേഹം നടത്തുന്ന ഓരോ പ്രോഗ്രാംസിൻ്റെയും ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ഇടുന്നത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. അപ്പോൾ അത്രയും തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ ഗ്രൂപ്പിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. അപ്പം ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ഗ്രൂപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു റിയൂണിയൻ വീണ്ടും കളമൊരുങ്ങിയത്. അപ്പം അദ്ദേഹത്തെ ഞാൻ ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ സാറിനെ കുറിച്ചും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം സാറ് എപ്പോഴും നമ്മളോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും നമ്മളെ അദ്ദേഹം പ്രായം കൊണ്ട് നമ്മളൊക്കെ അദ്ദേഹത്തിന് മുതിർന്നവരാണ് എങ്കിൽ പോലും ഒരിക്കലും അദ്ദേഹം നമ്മളെ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളായിട്ട് കാണാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും സ്നേഹത്തോടെയും സഹകരണത്തോടെയും നമ്മളോടൊപ്പം അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നിലകൊള്ളുന്നുണ്ട്. നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും അദ്ദേഹം നോ പറയാറില്ല എന്നുള്ളതാണ്. എപ്പോഴും അദ്ദേഹം അത് ഭയങ്കര പോസിറ്റീവ് വൈബോടെ തന്നെ എടുക്കുകയും നമ്മളെ എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുകയും നമ്മോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹം ഇന്നിപ്പോൾ ഒരു അവധി ദിവസമുള്ള ദിവസമാണ്. എന്നിട്ട് പോലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ഒപ്പം ആയിരിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ പി വി ജോസഫ് അച്ഛനാണ്, നമ്മുടെ മുൻ അധ്യാപകനാണ്. എല്ലാവർക്കും അദ്ദേഹത്തെയും അറിയാം. അപ്പം അദ്ദേഹവും ഒരുപാട് തിരക്കുകളുള്ളവരാണ്. അച്ഛൻ എന്തെങ്കിലും സ്ഥാനം വഹിക്കുമ്പോഴൊക്കെ നമുക്കറിയാം ഓരോരോ തിരക്കുകളും കാര്യങ്ങളും എത്രമാത്രം ഉണ്ടാവുമെന്ന്. എങ്കിലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുവാനായിട്ട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും നമ്മൾ വേറെ ഒരു സൈമൺ പി ജോർജ് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. വീണ്ടും ഇനിയുള്ളത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. നമ്മുടെ വിൽസൺ മാത്യുവിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് അനിൽകുമാർ, അദ്ദേഹവും ഒരുപാട് തിരക്കുള്ള ആളാണ്, നമുക്കറിയാം. അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ കൂടെ ആയിരിക്കുവാനായിട്ട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിൽസൺ മാത്യു, നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തെ വിൽസൺ മാത്യു അല്ല, ജസ്റ്റിൻ, എനിക്ക് പേര് മാറിപ്പോയതാട്ടോ, സോറി. അദ്ദേഹത്തെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇനിയും സ്വാഗതം അർപ്പിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളെ ഞാൻ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കറിയാം, ഇത്രയും ഒക്കെ ആകുന്നവരൊക്കെ ഓരോരോ ഉത്തരവാദിത്തങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഒരിക്കലും ഫ്രീ ആയിട്ട് എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്നവരാരും തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരുപാട് കടമകളും ഉത്തരവാദിത്തങ്ങളും ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ. അതിൻ്റെ എല്ലാം ഇടയിൽ തങ്ങളുടെ പഴയ സഹപാഠികളെ കാണണം, അവരോടൊപ്പം കുറച്ച് സമയം ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഓടി അണിഞ്ഞിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക്, നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ആദരണീയനായ നമ്മുടെ ഈ നല്ല മെഗാ പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് കുമാർ സാറ്, ഏറ്റവും ആദരണീയനായ നമ്മുടെയൊക്കെ പൂർവ്വ അധ്യാപകനും മുൻകാല പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്ന, എൻ്റെ ക്ലാസ് വാർഡനും ഒക്കെ ആയിരുന്ന ഡോക്ടർ പി ജോസഫ് അച്ഛ, ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചാർജ് വഹിക്കുന്ന, അതുപോലെ തന്നെ ഈ കോളേജിലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജസ്റ്റിൻ സാറ്, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ജസീന്ത, വൈസ് പ്രസിഡന്റ് വിൽസൺ, ട്രഷറർ അനിൽകുമാർ, അതുപോലെ കമ്മിറ്റി അംഗങ്ങളെ, ഏറ്റവും പ്രിയമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, അവരുടെ കൂടെ എത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. നമ്മൾ അന്ന് നമ്മളെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകരെയും നമ്മൾ ആദരിച്ചു. വളരെ സൗഹൃദകരമായി നമ്മൾ നല്ലൊരു ആ ദിവസം മുഴുവൻ നമ്മൾ ആഘോഷിച്ചു. ആ ആഘോഷത്തിന്റെ ആ ഒരു സന്തോഷം നമ്മളിൽ നിന്നൊന്നും ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. അപ്പൊ ആ ഒരു ആഘോഷം ഇന്നലെ നടന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് അടുത്ത വർഷത്തേതിൽ പങ്കെടുക്കാം, ഒത്തിരി പരിപാടികളുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് ഒത്തിരി പേരുണ്ട്. കാരണം ഒരു വർഷം പെട്ടെന്ന് പോയത് നമ്മൾ ആരും അറിഞ്ഞില്ല. കാരണം നമ്മുടെ അന്നത്തെ ആ പരിപാടിയുടെ വാർത്തകളും ന്യൂസുകളും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ കൂടെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വർഷമായി എന്നൊരു തോന്നൽ നമുക്ക് ആർക്കും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ സംഗമം കൂടിയില്ലേ, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അടുത്ത വർഷം കൂടുമ്പോൾ നമ്മൾ ചിലപ്പോൾ പലരും ഉണ്ടായി എന്ന് വരികയില്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ സംഗമം വെച്ചപ്പോൾ, നമ്മൾ അധ്യാപകരെ ആദരിച്ചപ്പോൾ നമ്മുടെ ഒരു അധ്യാപകൻ ക്ഷീണമായിട്ട് നമ്മുടെ അച്ഛന് വരാൻ പറ്റിയില്ല, വെള്ളാന്തരത്തിൽ അച്ഛന് വരാൻ പറ്റിയില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മളിൽ നിന്ന് വേർവിട്ടു പോയി. അതുപോലെ നമ്മുടെ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ഓരോ വർഷം കഴിയുമ്പോഴും ഇപ്പോൾ ആർക്കും നമുക്കറിയാം, പ്രായം ഒരു വിഷയമല്ല, മരണം ഏത് സമയത്തും ആരെ തേടിയെത്താം. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ സന്തോഷം പങ്കിടാൻ ആണ്ടിൽ ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ചാൽ അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്കൊരു ശകലം ആയുസ് കൂടുതൽ കിട്ടാനുള്ള ഒരു കാരണമായിരിക്കും എന്നോട് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയും പഴയ സഹപാഠികളെ കണ്ടുമുട്ടുകയും, പ്രത്യേകിച്ച് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അധികം സന്തോഷത്തോടെ നമ്മൾ കടന്നുപോയ വിദ്യാലയമാണ് ഹെൻറി ബേക്കർ കോളേജ് എന്നുള്ളത് നമ്മൾ എല്ലാവരും നേരത്തെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിദ്യാലയം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പളിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ 3 ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും കടന്നു ചെല്ലുമ്പോൾ അവരിൽ ഒന്നും കാണാത്ത ഒരു മാറ്റം ഈ കോളേജിലെ പ്രിൻസിപ്പളിൽ കാണുന്നുണ്ട് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നലെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നലെ ഉച്ച കഴിഞ്ഞ് കസേരകളൊക്കെ പിടിച്ചിട്ട് ഹോൾ അറേഞ്ച് ചെയ്യാനായിട്ട് ഞാനും ഒരു പൂർവ്വ വിദ്യാർത്ഥി ജോസഫ് ചാക്കോയും കൂടി ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് 10ഓളം പേരടങ്ങിയ ഒരു ടീം ഇവിടെ മുഴുവൻ ഒരു 5-6 പെണ്ണുങ്ങളിൽ നിന്ന് മുഴുവൻ അടിച്ചു വൃത്തിയാക്കുന്നു. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടെ കൂടി ടീച്ചേഴ്സ് ഉൾപ്പെടെ ഹോള് കസേര ഉൾപ്പെടെ തുടച്ച് സ്റ്റേജ് ഉൾപ്പെടെ ശരിയാക്കി സർവ്വ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. ഇങ്ങനെ ഒരു വിദ്യാലയം എനിക്ക് തോന്നുന്നേ അതുപോലെ തന്നെ സ്റ്റേജിലെയും ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാണ് അവർ ചെയ്യുന്നത്. ഇന്നലെ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കുവാൻ വേണ്ടിയുള്ള കസേരകളും മേശകളും എല്ലാം ഇറക്കിച്ചതും ആ കാര്യങ്ങളെല്ലാം ചെയ്തവരാണ്. ജനറേറ്ററിനുള്ള ഡീസൽ വരെ മേടിച്ച് കറണ്ട് പോയാൽ അതിനുള്ള സംവിധാനം വരെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കോളേജ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഹെൻറി ബേക്കർ കോളേജ് അല്ലാതെ വേറൊരു കോളേജ് കാണുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ പ്രിൻസിപ്പൾ ഇന്നലെ വന്നില്ലെങ്കിലും അവിടെ ഇരുന്ന് സർവ്വ കാര്യങ്ങളും അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സാർ മൊബൈലിൽ ഇരുന്നത് കണ്ടോണ്ടാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും താല്പര്യത്തോടെയാണ് ഇവിടുത്തെ സ്റ്റാഫും പൂർവ്വ അധ്യാപകരും
ഇവിടുത്തെ വാച്ചർ ഉൾപ്പെടെ എല്ലാവരും ഇവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രിൻസിപ്പളിന് ഒരു നല്ല കയ്യടി. നമുക്ക് ഈ കോളേജിനെ പറ്റി നമുക്കറിയാം, നമ്മളാരും പഠിച്ചപ്പെടുന്ന കോളേജല്ല ഇത്. കോളേജ് മുഴുവൻ മാറി, കോളേജിലെ അന്തരീക്ഷം മാറി, കോളേജിലെ വിദ്യാർത്ഥികൾ സ്റ്റാൻഡേർഡ് ലെവലുള്ള, അതായത് ഈ കോളേജിൽ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളൊന്നും ചിന്തിച്ചിട്ട് കാണുകയില്ല ഹെൻറി ബേക്കർ കോളേജിൽ ഇങ്ങനെ ഒരു AC ഓഡിറ്റോറിയം, ഈ കോട്ടയം ജില്ലയിലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു AC ഓഡിറ്റോറിയം ഹെൻറി ബേക്കർ കോളേജിൽ ഉണ്ടാവുമെന്ന് നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഓർക്കുന്നത് കാണും. നല്ലൊരു മഴ വരുമ്പോൾ നടുക്കോട്ട് മാറി നിന്ന ഒത്തിരി അവസരങ്ങളുണ്ട്. കാരണം ഒരു അരഭിത്തിയായിരുന്നു. നല്ല മഴയും കാറ്റുകളും വരുമ്പോഴത്തേന് വെള്ളം അടിച്ചു കയറുമ്പോൾ നമ്മൾ നടുക്ക് പുസ്തകങ്ങളും ബാഗുകളും ഒക്കെ ആയിട്ട് നടുക്കോട്ട് മാറി നിന്ന അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ ആദ്യ ബാച്ചിൽ പഠിച്ച ആദ്യത്തെ 2-3 ബാച്ചുകാർക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാലയം കേരളത്തിലെ അല്ല കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു വിദ്യാലയമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഈ കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമുക്കുൾപ്പെടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നമുക്കിവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുവാൻ സാധിച്ചു. അതുപോലെ തന്നെ നേത്ര പരിശോധന ക്യാമ്പ് നമ്മളിവിടെ നടത്തി 3 സ്കൂളുകളിലെ കുട്ടികൾക്കും ഈ കോളേജിലെ കുട്ടികൾക്കും ആവശ്യമായ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി തന്നെ കണ്ണടകൾ കൊടുക്കുവാനും ഇവിടെ നാട്ടിലുള്ളവർക്ക് സൗജന്യമായി സർജറി ചെയ്ത് കൊടുക്കുവാനും ഒക്കെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഈ കോളേജിന്റെയും ഇവിടുത്തെ NSS യൂണിറ്റിന്റെയും സഹകരണത്തോടെ നമുക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ CB മാത്യു പ്ലാത്തോട്ടം, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ മുഖ്യ പ്രഭാഷകനായി എത്തിയിരിക്കുന്ന ഈ കലാലയത്തിന്റെ മുൻ പ്രിൻസിപ്പലും ഏതാണ്ട് ഒരു ദശകത്തിലധികം ഈ കലാലയത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ ക്രിയാത്മകമായി പ്രവർത്തിച്ച് വിജയിച്ച എന്ന് പറയണം റവറൻഡ് PV ജോസഫ് അച്ഛൻ, അതുപോലെ തന്നെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ ജസീന്ത അഗസ്റ്റിൻ, ഇന്ന് നമ്മുടെ കൂടെ ഈ പരിപാടി അറ്റൻഡ് ചെയ്യുന്ന അലുമിനി അസോസിയേഷൻ ട്രഷറർ ആദരണീയ അഡ്വക്കേറ്റ് അനിൽകുമാർ സാർ, ശ്രീ ജസ്റ്റിൻ ജോസഫ്, വൈസ് പ്രസിഡന്റ് ശ്രീ വിൽസൺ മാത്യു അടങ്ങുന്ന പ്രിയപ്പെട്ടവരെ, മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാനാതറകളിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ മെഗാ അലുമിനി വീക്കിൽ സംസാരിക്കുന്നത്. 2017 സെപ്റ്റംബർ മാസം പ്രിൻസിപ്പലായി ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരുവിധം എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനങ്ങളിലും പങ്കെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അതിന്റെ അടിസ്ഥാനപരമായ മൂലധനം എന്നത് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ്. ഞങ്ങൾ കൊമേഴ്സ് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുക പറയാറുണ്ട്, കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്ന് ആ സിദ്ധാന്തത്തെ പുനർനിർവചിച്ച് ഞങ്ങൾ പറയുന്നത് കസ്റ്റമർ ഇസ് ദ എംപറർ എന്നാണ്. കിങ് അല്ല, എംപറർ, രാജാവല്ല, ചക്രവർത്തിയാണ്. കാരണം ഒരു മാർക്കറ്റിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നവരാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുകയും അതിന്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് നാം കരുതേണ്ടതും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ്. ഈ കലാലയം 1981 ഡിസംബർ മാസം 7-ാം തീയതി സ്ഥാപിതമായ അന്ന് മുതൽ ഏതാണ്ട് ഇന്ന് 40-45 വർഷം കഴിയുമ്പോൾ ഈ മേലുകാവ് എന്ന ഒരു അവികസിത ഗ്രാമീണ ആദിവാസി മേഖലയിൽ ഈ കലാലയം തുടങ്ങി എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആയിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഉന്നത വിദ്യാഭ്യാസം എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച് ജീവിതത്തിന്റെ വലിയ തുറകളിൽ എത്താൻ സഹായിച്ചിട്ടുള്ള മഹത് പ്രസ്ഥാനമാണ് ഹെൻറി ബേക്കർ കോളേജ്. ഇതിനെ ഒരിക്കലും മഹാരാജാസിനെ പോലെയോ SB കോളേജോ സെന്റ് തോമസ് കോളേജോ പാലാ പോലെ കമ്പയർ ചെയ്യാവുന്ന ഒരു സ്ഥാപനമല്ല പല ഘട്ടങ്ങളിലും. പക്ഷേ ഇതിന്റെ സാമൂഹ്യമായ പ്രാധാന്യം മറ്റേതൊരു കലാലയത്തെക്കാളും വലുതാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു കലാലയത്തിന്റെ വലിപ്പം പലപ്പോഴും നാം മെഷർ ചെയ്യുന്നത് അവിടെ എത്ര കമ്പ്യൂട്ടർ ഉണ്ടെന്നോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറിയുടെ കെട്ടിടങ്ങൾ ഉണ്ടെന്നോ
അല്ലെങ്കിൽ അവിടെ എത്ര വലിയ വലിയ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് ആ സ്ഥാപനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നും ആ സ്ഥാപനത്തിന്റെ വിഷനും മിഷനും പലപ്പോഴും പറയാറുണ്ട്. വിഷൻ പലപ്പോഴും മിഷൻ എന്ന് പറയുന്നത് ടോപ്പ് മാനേജർ ഡിഫൈൻ ചെയ്യും, പക്ഷെ വിഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ ഈ സ്ഥാപനം മുമ്പോട്ട് പോകുമ്പോൾ ലോകം മുഴുവൻ വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ വലിയ ട്രാൻസിഷൻ ഫേസിൽ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഹെൻറി ബക്കർ കോളേജ് വേറിട്ട് നിൽക്കുന്നത് പല പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞുവല്ലോ, നമ്മുടെ സന്തതികൾ നമ്മുടെ ഈ കോളേജിൽ നിന്ന് പഠിച്ച് ജീവിതത്തിന്റെ എത്രയോ വലിയ പദവികളിൽ പ്രവർത്തിക്കുന്ന IAS-കാരുണ്ട്, IPS-കാരുണ്ട്, ലോക പ്രശസ്തരായ ആരോഗ്യ വിദഗ്ധരുണ്ട്, അതുപോലെ അഡ്വക്കേറ്റ്സ്, നിയമ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയ ആളുകളുണ്ട്, അല്ലെ, സമുദായ സേവനം നടത്തുന്നവരുണ്ട്, സാമൂഹ്യ സേവനങ്ങൾ നടത്തുന്നവരുണ്ട്, സർക്കാരുകളിൽ വലിയ വലിയ പദവികൾ, ഇവിടെ പറഞ്ഞാൽ ടീ ബോർഡ് മെമ്പർ, എത്രയോ പദവികൾ, വലിയ പദവികൾ ആഗ്രഹിക്കുന്ന എത്രയോ മഹത് വ്യക്തികളുടെ ജന്മം നൽകിയ പ്രസ്ഥാനമാണ് ഹെൻറി ബക്കർ കോളേജ്. ഫ്രം ഡാർക്ക്നെസ് ടു മാർവലസ് ലൈറ്റ് എന്നുള്ളതാണ് ഹെൻറി ബക്കർ കോളേജിന്റെ ആപ്തവാക്യം. അന്ധകാരത്തിൽ നിന്നും വലിയ വെളിച്ചത്തിലേക്ക് നമ്മൾ നയിക്കണമേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥനയും. ഇവിടെ കോളേജിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, യുവർ ഡിഗ്രി ഈസ് ഓൺലി എ പീസ് ഓഫ് പേപ്പർ, യുവർ ഡിഗ്രി ഈസ് ഓൺലി എ പീസ് ഓഫ് പേപ്പർ, എഡ്യൂക്കേഷൻ ഈസ് സീൻ ഇൻ യുവർ ബിഹേവിയർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡിഗ്രി എന്നത് വേറൊരു കടലാസ് മാത്രമാണ്. ഇവിടുത്തെ മഹാത്മാഗാന്ധി സർലാസ് എന്ന കടലാസിനേക്കാൾ നല്ല ശിവകാശി പോയ നല്ല ഡിഗ്രി അച്ചടിച്ചിട്ടുണ്ട്. പേപ്പറിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, പല ഡിഗ്രി ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം അറിയുന്നത് നിങ്ങളുടെ ബിഹേവിയറിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത് പറയാറുണ്ട്. നമ്മളൊക്കെ, ഞാനൊക്കെ എന്റെ കലാലയത്തിൽ സെന്റ് തോമസ് കോളേജ്, ന്യൂമാൻ കോളേജ്, തൊഴിലുറപ്പ്, കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ തിരിച്ചെത്തുമ്പോൾ നമ്മൾ പലപ്പോഴും തോന്നുന്ന വലിയ ഒരു നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അല്ലെ ഒരു പ്രതീതിയാണ് പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്. ഇവിടെ എന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹെൻറി ബക്കർ കോളേജ് ഈസ് മൈ കോളേജ്, ഹെൻറി ബക്കർ കോളേജ് ഈസ് മൈ കോളേജ്, ഐ ആം പ്രൗഡ് ഓഫ് മൈ കോളേജ് ആൻഡ് ഇറ്റ് ഈസ് പ്രൗഡ് ഓഫ് മീ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹെൻറി ബക്കർ കോളേജ് എന്റെ കോളേജാണ്, കോളേജിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, തിരിച്ച് കോളേജ് എന്നെ ഓർത്തും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ പരസ്പരം കോളേജിന് അഭിമാനം അർഹിക്കുന്ന രീതികളിലേക്ക് നമ്മൾ പലപ്പോഴും ഒരുപാട് വ്യക്തികൾ നമ്മുടെ കോളേജിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഒരുപാട് നന്ദിയോടെ സ്മരിക്കുകയാണ്. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കളായും അതുപോലെ വിവിധ പദവികളിലൊക്കെ അലങ്കരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അവരെല്ലാം തീർച്ചയായിട്ടും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്ന് ഹെൻറി ബക്കർ കോളേജിൽ പൂർവ്വ സമ്മേളനം നടത്തുമ്പോൾ ഒരു തീർത്ഥാടനം പോലെ നമ്മുടെ കോളേജിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ പല സ്ഥലങ്ങളിലും കാനഡയിൽ നിന്ന് എത്തിയിരിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പരാമർശിക്കപ്പെട്ട 3-4 വ്യക്തികളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പല പദവികൾ, അവരൊക്കെ ഒരുപാട് ജീവിതത്തിൽ തിരക്കുള്ളവരാണ്. സാം ക്രിസ്റ്റി ഡോക്ടറെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇന്ന് മെഡിക്കൽ കോളേജിൽ ഇന്ന് എത്രയോ തിരക്കുള്ള വ്യക്തി ആയിരുന്നിരിക്കാം. അദ്ദേഹത്തിനൂടെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള ലെവലിൽ മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റൊരു തരത്തിൽ സെന്റിമെന്റൽ ഇൻട്രസ്റ്റ് ഈ കലാലയമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് നമ്മുടെ കലാലയത്തിന്റെ മുൻ മാനേജറായിരുന്നു, ബിഷപ്പായിരുന്നു, ഇന്ത്യയിലെ ചർച്ച സൗത്ത് ഇന്ത്യൻ ടോപ്പിൽ നിന്ന് മോഡറേറ്റർ തിരുമേനിയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹമൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ കൂടെയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയപ്പെടുന്ന ഡോക്ടർ ടോമിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ശ്രീ തുളസീധരൻ പിള്ള സാറിനെ കുറിച്ച് പറഞ്ഞു. ടീ ബോർഡിന്റെ കേന്ദ്ര സർക്കാർ സ്ഥാപന ടീ ബോർഡിന്റെ മെമ്പറായി പ്രവർത്തിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ബെന്നി, സെന്റ് ജോസഫ് കോളേജ് മാന്നാനം കോളേജിന്റെ പ്രിൻസിപ്പൽ ഉണ്ട്. ഇവരെ ഉൾപ്പെടെയുള്ള എത്രയോ പദവി അലങ്കരിക്കുന്ന വ്യക്തികളാണ് ഇന്ന് ഈ സമയം ചെലവഴിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹം.
ജസ്റ്റിൻ സാർ ഇവിടെ വരാം. എല്ലാവരും നിൽക്കണേ, പോരുത് പോരുത്, അതിലൂടെ സെക്രട്ടറി ആ സൈഡ് രണ്ടുപേരും വൈസ് പ്രസിഡന്റ് അവിടെയുണ്ടോ? എല്ലാവരും കൈയടിക്കും. അച്ഛൻ നേരെ കോട്ടയം മീഡിയ കട്ട് ചെയ്തവിടെ ക്ലാസ് ചെയ്ത് ഇനി ഇത് ബർത്ത്ഡേയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ബർത്ത്ഡേയുള്ള ആരെങ്കിലും ഉണ്ടോ? ബർത്ത്ഡേ ഉണ്ട്, വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാം. ഇവിടെ ഇന്നൊക്കെ പെട്ടെന്ന് സാറിന് മേടിക്കുന്നവരുണ്ടോ? ജസ്റ്റിന്റെ മേടിച്ചോ? വൈസ് ചെയർമാൻ ആരെങ്കിലും കൊണ്ടുവരണോ? എല്ലാവരും പെട്ടെന്ന് മേടിക്കാം. സെക്കൻഡ് എല്ലാവരും പെട്ടെന്ന് മേടിക്കാം. നമസ്കാരം എന്നുള്ള പദത്തിന്റെ അർത്ഥം ഇന്നലെ എനിക്ക് മനസ്സിലായത്. അത് സംസ്കൃത വാക്കാണ്, നമുക്കറിയാം. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറയുന്ന ഐ സല്യൂട്ട് യു എന്ന് പറയാൻ നിങ്ങളെ ഞാൻ വണങ്ങുന്നു എന്നാണ് അർത്ഥം. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ 77 വയസ്സിലേക്ക് കിടക്കുന്ന എന്നെ പിടിക്കാൻ തോന്നിയ നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ വണങ്ങുന്നു. ഇത് കഴിഞ്ഞ വർഷവും ഞങ്ങളെ വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്തതാണ്. ഈ സിബി എന്ന് പറയുന്ന സിബി മാത്യു എന്ന് പറയുന്ന ഈ ഒരു അസാധാരണ മനുഷ്യനായിട്ട് എനിക്കെന്ന് തോന്നുന്നു.
അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസിൻ്റെയും നോട്ടീസും ബാക്കി കാര്യങ്ങളും എല്ലാ ഫോട്ടോസും എനിക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത് ഞാൻ ഇത്രയും കാലം ഇരുന്നിട്ടും അച്ഛനും പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്നിട്ട് എനിക്ക് ഇത്രയും തിരക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അത് തിരക്കുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ലല്ലോ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒട്ടേറെ പരിപാടികൾ അത് കോളേജിൽ വെച്ച് സിബി പോകാത്ത ഏതെങ്കിലും സ്കൂളോ കോളേജോ ഈ ചാലൂരിലുണ്ടോ എന്ന് സംശയം. സിബിക്ക് പ്രത്യേകിച്ചും കമ്മിറ്റി അംഗങ്ങൾക്ക് നന്ദി പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അത് ഡോക്ടർ ഗിരീഷ് കുമാർ സാറാണ്. സിബി സൂചിപ്പിച്ച പോലെ കാറ്റും മഴയൊക്കെ തടഞ്ഞ് പുസ്തകം എടുത്ത് മറച്ചു പിടിച്ചുകൊണ്ട് നിന്ന കോളേജ് ക്യാമ്പസ് അല്ലല്ലോ ഇന്ന്. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ആളുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും ബൈ വെർച്യു ഓഫ് ഹിസ് കണ്ടന്റ് അത് വളരെ വെയിറ്റി, വളരെ ഘനമുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും സിപി പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്നെ തന്നെ ഞാൻ ആരാണെന്നൊരു ചോദ്യം എനിക്ക് പലപ്പോഴും തോന്നാറില്ല. കാരണം പ്രിൻസിപ്പലായിട്ടിരിക്കുമ്പോൾ തുറന്നു പറയാമല്ലോ, എങ്ങനെയെങ്കിലും എൻ്റെ തലയൊന്ന് നരച്ച് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഈ നരച്ച തല കാണുമ്പോഴെങ്കിലും പിള്ളേർ അവിടെ ഞാൻ ഒരിക്കലും ഡൈ തേച്ചിട്ടില്ല എൻ്റെ മുടിയിലോ താടിയിലോ. അപ്പോൾ എന്നെക്കുറിച്ച് എന്തൊരു ചിത്രമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നത് എൻ്റെ പിള്ളേർക്ക് പോലും അങ്ങനെയാണെന്നുള്ളത്. വളരെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ കണ്ടുപിടുത്തക്കാരനായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ആരാണ് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നു. പക്ഷെ ഒന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ, എന്നെ ഞാനാക്കിയത് ഈ കോളേജ് ഇത്രയും ലൈഫ് എക്സ്പീരിയൻസസ് എനിക്ക് തോന്നാൻ മറ്റൊരു അവസരമുണ്ട്. ഞാൻ 4-5 ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് വലിയൊരു അസറ്റ്, ജീവിതത്തിലെ അനുഭവങ്ങളുടെ വലിയൊരു സമ്പത്ത് നൽകിയൊരു സ്ഥാപനം എന്ന നിലയിൽ ഇതിനോട് വളരെ കടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഈ ആദ്യകാലത്തെ വിദ്യാർത്ഥികൾ നിങ്ങൾ ഉൾപ്പെടുന്നതായിട്ടുള്ള ബാച്ചുകൾ നൽകുന്ന സ്നേഹവും കരുതലും എന്നെ വിസ്മരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ പോയി പറയുന്നതല്ല കേട്ടോ. അതിൽ ഓരോ കാര്യം ഞാൻ ഓർക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ കോളേജിന് അത്ര വിലപ്പെട്ടതായി ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഒരിക്കൽ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് അദ്ദേഹം പറഞ്ഞത് വേലുകാമറ്റത്ത് ഹെൻറി ബേക്കർ കോളേജ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അത് അഡ്വക്കേറ്റ് VS തങ്കപ്പനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം പിന്നീടാണ് ഞാൻ അന്വേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനൊക്കെ എനിക്കൊന്നും പരിചയവും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു അധ്യാപനം എന്ന നിലയിൽ കോളേജിൻ്റെ ചുമതലക്കാരനായിരുന്ന ആ കാലത്ത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്സ് അതാണെന്ന് ഇപ്പോഴും കരുതുന്നു. തങ്കപ്പനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തങ്കപ്പൻ അറിയാമല്ലോ, നിങ്ങൾക്ക് ഒന്നെനിക്ക് ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു. രണ്ടാമത് ഈ ബെന്നി സാറിനെ ഇവിടെ പഠിച്ചിട്ട് പിന്നെ പഠിപ്പിക്കാൻ വന്നത്, ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ തൊട്ടടുത്ത ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ബെന്നി, അതിനെ വളരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. കാരണം പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റും എനിക്ക് എല്ലാ ദിവസവും കിട്ടാറുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് അതിൽ. അതുപോലെ ഡോക്ടർ സാം ക്രിസ്റ്റി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ മീറ്റിങ്ങിലേക്ക് വരുമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ തിരക്ക് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടിൻ്റെ ചുമതലയുണ്ട്, സർജറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സാധ്യത കുറവാണ്. ഡോക്ടർ സാം ക്രിസ്റ്റി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും ഈ സമയം കണ്ടെത്തി ഒരുമിച്ച് വരാൻ തീരുമാനിച്ചതിൽ വലിയൊരു നല്ല ഹൃദയമുണ്ട്. അതിനാണ് സൗഹൃദം എന്ന് പറയുന്നത്. സുഹൃദയം ഉള്ളവരാണ് സൗഹൃദം ഉണ്ടാകുന്നത്.
നിങ്ങളുടെ ആ നല്ല ഹൃദയങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുന്നു. ഈ സൗഹൃദങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വായിച്ച ഏറ്റവും പുതിയ പുസ്തകം എന്ന് പറയുന്നത് അരുന്ധതി റോയുടെ ഒരു ബയോഗ്രാഫിക്കൽ ബുക്ക് അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചതായിരുന്നു. മദർ മേരി കംസ് ടു മീ എന്ന അതിൻ്റെ ടൈറ്റിൽ. അതിൽ ഈ അരുന്ധതി റോയ് അറിയാമല്ലോ അല്ലേ? ആ, അരുന്ധതി എന്ന് പറയുന്നത് മേരി റോയ് എന്ന് പറയുന്നതായിട്ടുള്ള അവരുടെ മകളാണ്. യെസ്, ബുക്കർ പ്രൈസ് കിട്ടിയതായിട്ടുള്ള പുസ്തകത്തിൻ്റെ എഴുത്തുകാരിയാണ്. അവരുടെ പക്ഷേ ബാല്യകാലം, കൗമാരകാലം അമ്മയുമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായി. അവരുടെ അപ്പനുമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുന്ന കുടുംബമായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ 18ാമത്തെ വയസ്സിൽ അവർ ഡൽഹിയിൽ ആർക്കിടെക്ചർ പഠിക്കാനായിട്ട് പോകുന്നു. തനിയാ പോകുന്നു. അവിടെ ഹോസ്റ്റലിൽ താമസിക്കാനുള്ള സൗകര്യം ഇല്ലാതിരുന്നതുകൊണ്ട് ആ കോളേജിൽ തന്നെ പഠിച്ചിരുന്ന ഗോവക്കാരനൊരാളുടെ കൂടെ താമസം തുടങ്ങി, പഠിച്ച് ഡിഗ്രി എടുത്തു. അപ്പോൾ അന്ന് താമസിക്കാനുള്ള ഇടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പം വാടകയ്ക്ക് കൊടുക്കുന്ന അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞ് കല്യാണം കഴിച്ചവർക്ക് തരുള്ളൂ കേട്ടത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പോയി ഒരു കല്യാണം ഒന്ന് നടത്തി, ഫിറ്റ് ചെയ്തു. നടത്തിയെന്നുള്ളതല്ല, ഫിറ്റ് ചെയ്തു കല്യാണം. എന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തത്. അങ്ങനെയാണ് അവർ ആർക്കിടെക്ചർ പഠിച്ചത്. പിന്നീട് അവർ ഒത്തിരി മേഖലകൾ വളരെ ഒരു മൾട്ടി ഫസറ്റഡ്. ബഹുമാനപ്പെട്ട സെക്രട്ടറി സാർ, ഇന്നത്തെ മുഖ്യാതിഥിയായ പി ജോസഫ് അച്ഛൻ, അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന സി ബി കാത്തോട്ടം, ബഹുമാനപ്പെട്ട മറ്റ് ഇന്നത്തെ വിശിഷ്ടാതിഥികളായിട്ടുള്ള ഇന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഞാനും പേഴ്സണലി ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2005 കാലഘട്ടമാണേ ഉള്ളൂ. പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ ഹോളിലിപ്പോൾ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനാണ്. എന്ന് വെച്ചാൽ 44 വയസ്സായി എനിക്ക്. എങ്കിലും ബാക്കി എല്ലാവരും എന്നെക്കാട്ടും ഏജ്ഡാണ്. അപ്പം ചിന്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഇവിടെ പഠിച്ചതായതുകൊണ്ട് 2021 തോന്നുന്നു, 2021 എൻ്റെ 2005 PG ഡിഗ്രി PG ബാച്ചിൻ്റെ ഒരു റീയൂണിയൻ ആ ക്ലാസ്സിൻ്റെ മാത്രമായിട്ട് ഞങ്ങൾ വെച്ചായിരുന്നു. അപ്പം 2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നു. അപ്പം അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷമാണ് ഇന്നും എനിക്ക് കാണാൻ പറ്റുന്നത്. അതായത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഞാനിവിടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും കണക്ട് ആകുന്നില്ല. അവർക്ക് പക്ഷെ ഇവിടെ വരുമ്പോൾ മരം കാണുമ്പോഴും കെട്ടിടം കാണുമ്പോഴൊക്കെ അവർക്ക് ഓർമ്മകൾ കണക്ട് ആകുക. അപ്പം ഞാനപ്പോൾ അവരോട് എനിക്കൊരു അസൂയ തോന്നി. ഞാൻ സ്ഥിരം ഇവിടെയാണ്ട് എനിക്കത് കണക്ട് ആകുന്നത്. ഞാൻ എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ആ ഒരു മാധുര്യം എനിക്ക് അത്ര കിട്ടുന്നില്ല. ഞാൻ ഇന്നും ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇവർ വന്നിട്ട് ആ മരത്തിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ കാര്യം പറയുന്നു. എന്നിട്ട് ഒരാളെ കാണിച്ചിട്ട് ഞാൻ അടിച്ച ആണിയാന്ന് വരെ പറയുന്നു അന്ന് കണ്ടു പോകട്ടെ ക്ലാസ്സിൽ വന്നിട്ട്. അപ്പം ഓരോ ഓർമ്മകൾ പുതുക്കാനുള്ളൊരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം വീഞ്ഞിന്റെ പോലെയാണ് എനിക്കിപ്പം. ഞാൻ കഴിഞ്ഞ വർഷം ഈ ജാനുവരിയിൽ ഞാനും ഇപ്പം ഓർക്കുകയായിരുന്നു, 1 വർഷം കടന്നു പോയത് എനിക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. ഇത്ര പെട്ടെന്നാണ് 1 വർഷം പോയതെന്നുള്ളത്. പഴകുന്തോറും ഈ വീഞ്ഞിന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു അല്ലേ? പഴകുന്തോറും അതിന്റെ വീര്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും രാവിലെ ഞാൻ കണ്ടായിരുന്നൊരു സാർ രാവിലെ 44 വർഷമായെന്ന് പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യം കാണുന്നത് കഴിഞ്ഞ മീറ്റ് വന്നിട്ടില്ല. അപ്പം അദ്ദേഹം പരിഭവം പറയുന്നുണ്ട്, ഇപ്പം പോയെന്ന് തോന്നുന്നു. ഞാൻ അതിരാവിലെ വന്ന ഒരാളാണ്, കളത്തിക്കടവിൽ നിന്ന് വന്നത്. പോയെന്ന് തോന്നുന്നു അല്ലേ? രാവിലെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ സംസാരിച്ച് പറയായിരുന്നു, 44 വർഷം മുമ്പ് പഠിച്ചതാണ്. അപ്പം എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടെ ഉള്ളവരെ പലരെയും വിളിച്ചു. അപ്പം 44 വർഷത്തിന് ശേഷം വിളിക്കുന്നുണ്ട്. അവരെന്ത് അവസ്ഥയിലാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ചോദിച്ചേ ഉള്ളൂ, അല്ലാതെ ഞാൻ നിർബന്ധിച്ചില്ല. എന്നുവെച്ചാൽ 44 ഇയേഴ്സ് അന്നത്തെ അവസ്ഥയിലായിരിക്കില്ലല്ലോ അവര്, എന്തെങ്കിലും തിരക്കിലായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് മുഖത്ത് കാണുന്നൊരു തിളക്കം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. അതായത്
വീട്ടിലോട്ട് വരുന്നതിൻ്റെ ഒരു അനുഭവമാണ് എപ്പോഴും കിട്ടുന്നത്. അപ്പം അതിനുവേണ്ടി ഇത്രയും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഉറപ്പായിട്ടും സിബി ചേട്ടനാണ്. ഞാൻ ഓർക്കുന്നു, എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം അങ്ങനെയാണ് ഇത് പോസ്റ്റർ എനിക്ക് അയച്ചു തരുന്നത്. ഇപ്പം എത്ര നാൾ മുമ്പ് എനിക്ക് ആ പോസ്റ്റർ ഞാനപ്പോൾ ഓർമ്മ എത്ര പ്ലാൻ ചെയ്ത് ഇത്ര മുൻകൂട്ടി കണ്ട് അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം ആണെങ്കിലും ഒരുപാട് കാലം മുമ്പ് തന്നെ അതിൻ്റെ പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് സിബിചേട്ടൻ സ്ഥിരം ഞങ്ങളുടെ കോളേജിൽ ഒരു മെമ്പറെ പോലെ തന്നെയാണ്. ഞാൻ സ്റ്റാഫുകളുടെ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, നമ്മൾ അദ്ദേഹം കാണിക്കുന്ന ചെറുപ്പ് നമ്മൾ കാണിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സിനോടും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ഇപ്പോഴും അലുമിനി അസോസിയേഷൻ മാത്രമല്ല കോളേജിൻ്റെ പല പ്രോജക്റ്റുകൾക്കും വലിയ സപ്പോർട്ടായിട്ടാണ് സിബിചേട്ടൻ നിൽക്കുന്നത്. ഞാൻ NSSന്റെ ചാർജ് ഉണ്ടായിരുന്നപ്പോഴും NSSന് വലിയ സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഒരു മടുപ്പില്ലാതെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യത്തോടുള്ളൂ, ഞാൻ എന്നെക്കാട്ട് പ്രായത്തിൽ മൂത്ത ആൾക്കാരാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ അപ്പം ഞാൻ എന്താ ആശംസിക്കാനാണ് എനിക്കൊരു സംശയം തോന്നിയത്. എനിക്കില്ലാതെ പഠിക്കാനാണുള്ളത്. ഇത്രയും വർഷം കഴിഞ്ഞാലും സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കാണിക്കുന്ന ഇതിന് എല്ലാം ഈ ഒരു അലുമിനി മീറ്റിനുള്ള ഇനി തുടർന്നും നടക്കട്ടെ എന്ന് ഉള്ള ആശംസയിൽ നിർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഈ സൗഹൃദ സംഗമത്തിൻ്റെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സിബി മാത്യു, ഈ കോളേജിൻ്റെ ബഹുമാന്യായ പ്രിൻസിപ്പാൾ ഗിരീഷ് സാറ്, PV ജോസഫ് അച്ഛൻ, സെക്രട്ടറി ജസ്റ്റിൻ സാർ, അനിൽ സാർ, കൂടാതെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ സഹപാഠികളായിരിക്കുന്നവർ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. ഞാനൊരു വാക്ക് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, the preamble and the preface of the Constitution. We the people of India, having solemnly resolved to constitute India into a sovereign, socialist, democratic, secular state. ഇത് ഞാനായിട്ട് ഇപ്പോൾ പറഞ്ഞത് PV ജോസഫ് അച്ഛൻ അന്ന് പഠിപ്പിച്ച ആ പൊളിറ്റിക്സിലെ ആ ഒരു വാക്ക്, ആ ഒരു സെൻറ്റൻസ്, അതായത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് അച്ഛൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഇപ്പോഴും ഞാനത് ഓർത്തിരിക്കും. അങ്ങനെ കോളേജിനോടനുബന്ധിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു 41 വർഷത്തിന് മുൻപിലുള്ള കാര്യങ്ങളും അതിനുശേഷം കഴിഞ്ഞ വർഷം നടന്ന ഒരു സൗഹൃദ കൂട്ടായ്മ, ഇതിലെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ എന്നോട് ഇതിനു മുമ്പ് സംസാരിച്ച് പലരും കൂടെ സംസാരിച്ചു. അതുപോലെ അച്ഛൻ പറഞ്ഞ അച്ഛൻ പ്രസംഗത്തിൽ പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ഇതിഹാസങ്ങളാകുന്നതിന് പിന്നിൽ യാതനകളുടെയും വേദനകളുടെയും ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞ ഒരു പ്രസംഗത്തിന് ആമുഖമായിട്ട് അച്ഛൻ പറഞ്ഞ കാര്യമാണ്. അത് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ അത് സൂക്ഷിച്ചുകൊണ്ട് നടന്നു. അതുപോലെ നമ്മുടെ മലയാളം പ്രൊഫസറായിട്ടിരുന്ന രാജു ഡി കൃഷ്ണപുരം സാറ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. അദ്ദേഹം എനിക്ക് എൻ്റെ ഓട്ടോഗ്രാഫിൽ കുറിച്ചെന്നൊരു വേറുണ്ട്. തെരുവിൽ വിളക്കുമേന്തി മനുഷ്യനെ തേടി നടക്കുന്ന ഡയോജനിസിന്റെ കണ്ണുകളിലെ കാളിമ എന്നും വന്നു. ഇതെല്ലാം ഈ 41-42 വർഷങ്ങൾ ആ സമയത്തല്ല ഞാനിത് ഓർത്തിരിക്കുന്നെങ്കിൽ ആ അധ്യാപകർ നമുക്ക് അവരോടുള്ള ആ ഒരു ബന്ധം, അവർ നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗം, ആ ഒരു സ്നേഹവും ബഹുമാനവും എല്ലാം ഇപ്പോഴും ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് തുളസീധരൻ പിള്ള,
ഞങ്ങൾ എത്രയോ വർഷങ്ങളായി ഞങ്ങൾ കണ്ടിട്ട്. ഇന്ന് വന്ന വണ്ടിയിൽ അവിടെ ഇറങ്ങി മെമ്പർ ഞാൻ നോക്കിയപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് വെച്ച മെമ്പർ, ടി ബോർഡ് മെമ്പർ എന്ന് പറഞ്ഞു. ആരാണ് ഇത്ര വലിയൊരു VIP ഇവിടെ വരുന്നതെന്ന് ഞാൻ ഓർത്തു. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പരിചയപ്പെടുന്ന ഒരു അൻസാറാണ്. ആരാണ്? തുളസീധരൻ പിള്ളയാണെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. കാരണം ഈ കഴിഞ്ഞ വർഷം ഇതിന് പ്രോഗ്രാമിൽ തുളസിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഈ വർഷം കണ്ടല്ലോ, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. 41 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഇങ്ങനെ വന്ന് കണ്ട് എനിക്ക് മനസ്സിലായില്ല ആദ്യമേ. കാരണം ഇത്രയും ഒരു പൊസിഷനിലുള്ള ഒരാൾ ഇപ്പം ഇവിടെ വരുന്നതാണ്, ഈ പ്രോഗ്രാമിൽ വന്നതാണോ എന്ന് പോലും എനിക്കൊരു സംശയമുണ്ടായിരുന്നു. എങ്കിലും വളരെ സന്തോഷം. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചെങ്കിൽ അത്രയും ഒരു ജനബാഹുല്യം ഇല്ല എങ്കിൽ പോലും നമ്മുടെ കൂട്ടായ്മകൾ, സന്തോഷങ്ങൾ, സൗഹൃദങ്ങൾ എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരുപിടി മനുഷ്യരായിട്ടുള്ളവർ നമ്മൾ ഉണ്ട് എന്നുള്ളത്, നമ്മുടെ സഹപാഠികളായിരിക്കുന്നവരുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിച്ചു. നിങ്ങളെ കാണുവാൻ സാധിച്ചു, നമുക്ക് ഒന്നിച്ചു കൂടുവാൻ സാധിച്ചു. വളരെ സന്തോഷം. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു. അതുപോലെ എത്രയോ തിരക്കുള്ള, എത്രയോ വലിയ ഉന്നത സ്ഥാനങ്ങളിലായി റിട്ടയർ ആയവരുണ്ട്, ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിലെയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജോലിയോടനുബന്ധിച്ച് ജോലി കടന്നുപോയിരിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ കോളേജിൽ നിന്ന് പോയവരാണിതെല്ലാം. ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോളേജിൽ നമുക്ക് ലഭിച്ച ഒരു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ കാരണം എൻ്റെ ചേച്ചി അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. അൽഫോൻസ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ചേച്ചിക്ക്. അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ടിട്ട് എന്നെ ഇവിടെ അച്ഛൻ ജോയിൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂവിന് വന്നിട്ട് കോളേജൊക്കെ കണ്ടിട്ട് ഞാൻ അതുമായിട്ടാണ് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്, അൽഫോൻസ കോളേജുമായിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏറ്റവും വിഷമത്തിൽ വന്ന ഒരാളാണ്. പക്ഷേ ഒരു മാസം കഴിഞ്ഞില്ല, അതിനു മുമ്പേ ഈ കോളേജുമായിട്ട് ഭയങ്കര ഒരു അതാണ് ഞാനിപ്പോഴും എറണാകുളത്താണ് താമസിക്കുന്നത്. ഇവിടുന്ന് വരുന്ന അതുകൊണ്ട് തന്നെയാണ്, മോളെ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഓരോ പരിപാടിക്കും വരുന്നത്. കാരണം ഈ കോളേജിനോടുള്ള ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു കരുഞ്ഞുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ PV അച്ഛനൊക്കെ അറിയാം, ക്ലാസ്സിലൊരു നോട്ടി ഗേളായിരുന്നു. എപ്പോഴും വഴക്ക് പറയുന്ന, എഴുന്നേൽപ്പിച്ച് നിർത്തുന്നൊക്കെ ഒരാളായിരുന്നു. പിന്നെ 86-88 ബാച്ചാണ്. ഫസ്റ്റ് ഇയറിൽ തന്നെ ഇലക്ഷന് നിൽക്കാൻ പറ്റി, ലേഡി റെപ്പായിട്ട്. പിന്നെ വൈസ് ചെയർമാനായി. അതിൻ്റെ ഒരു കരുത്തോടു കൂടിയാണ് പിന്നെ സെൻറ് ഡൊമിനിക്സ് കോളേജിൽ പോയി, അവിടെ ഡിഗ്രി, അവിടെ ഞാൻ ഇലക്ഷനൊക്കെ തന്നെയായിരുന്നു. പിന്നെ HDCക്ക് പോയി പാലായിൽ, അവിടെയും വൈസ് ചെയർമാനൊക്കെ ആയിരുന്നു. ഇവിടുന്ന് കിട്ടിയ ഒരു തൻ്റെടമാണ് മറ്റു കോളേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയതും പഠിക്കാൻ തുടങ്ങിയതും ഒക്കെ. പഠിക്കാത്തതുകൊണ്ടാണല്ലോ മാർക്ക് കുറഞ്ഞത് 10ാം ക്ലാസ്സിൽ വെച്ച്. പിന്നെ ഇവിടെ വന്നിട്ടാണ് കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയതും പ്രീ ഡിഗ്രി ജയിച്ചതും ഒക്കെ. അതുകൊണ്ട് എനിക്ക് ഈ കോളേജിനോട് ഭയങ്കര ഒരു സ്നേഹമാണ്, ഇഷ്ടമാണ്. എന്ത് പരിപാടി വിളിച്ചാലും അതുകൊണ്ട് ഞാൻ ഓടി വരും. ഇവിടുന്ന് കിട്ടിയ ഒരു ക്വാളിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെയാണ്. ഇപ്പം ഞാനൊരു കോർപ്പറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 10-60 ടീമുള്ളൊരു ടീം ലീഡറാണ്. ഇവിടുന്ന് കിട്ടിയ ഒരു ധൈര്യമാണ്. എറണാകുളത്തൊക്കെ പോലെ ഒരു സിറ്റി പോയി അവിടെ നല്ല പെർഫോമറായിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓരോ ദിവസവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ സാറുമാരെയും PV സാറ്, PD അച്ഛനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു അന്നും. ഇന്നും ആ ഒരു തണലാണ്, നമുക്ക് ധൈര്യമാണ്. എവിടെ പോയാലും പെർഫോമറായി മാറുന്നതിൻ്റെ ഒരു തട്ടകം ഹെൻറി ബേക്കർ കോളേജാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അധ്യക്ഷൻ ശ്രീ CB മാത്യു, കോളേജ് പ്രിൻസിപ്പൽ ശ്രീ ഗിരീഷ് മാസ്റ്റർ, ആദരണീയനായ PB ജോസഫ് അച്ഛൻ, വേദിയിലും ഹാളിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, എനിക്ക് 1-2 കാര്യത്തിൽ ദുഃഖമുണ്ട്. മറ്റൊന്നുമല്ല, 1981 ബാച്ചിലെ 3 ബാച്ചുകൾ ഉണ്ടായിരുന്ന കുട്ടികൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആകെ 3 പേരാണ്. 4. ഓക്കെ, ഞാൻ മേരിഭായി, ലിസിയാമ്മ, ജോസഫ്, ഒരാൾ, 4 പേര്. ഓക്കെ, ഞങ്ങൾ ന്യൂനപക്ഷം ആയതുകൊണ്ടൊരു ദുഃഖമുണ്ട്. നിങ്ങൾ ഭൂരിപക്ഷമായി ഈ യോഗത്തെ സമ്പുഷ്ടമാക്കുമ്പോൾ ഞങ്ങളുടെ ന്യൂനപക്ഷമായിരിക്കുന്നതിലൊരു സങ്കടമുണ്ട്. മറ്റൊന്ന്,
TVS അപ്പച്ചൻ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട് എനിക്ക് വളർച്ചയില്ല എന്നുള്ളതാണ്. സത്യമാണ്. അതുകൊണ്ട് അച്ഛനെ മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ സംഘടനകളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് അച്ഛൻ എന്നെ അനുസ്മരിച്ചതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അച്ഛനിവിടെ എന്നെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കോളേജ് ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ വരെ എത്തിച്ചേരുവാനും കഴിയുന്നത് എന്നുള്ളത് സത്യമാണ്, പരമാർത്ഥമാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില അവരുടെ അനുഭവങ്ങൾ റബ്ബർ വെട്ടിനെ സംബന്ധിച്ച് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഓർക്കണം, ഞാനും അതുപോലെ തന്നെ കുറേയേറെ കാലം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോളേജ് വന്ന് പഠിച്ചുകൊണ്ടിരുന്നുള്ള യാഥാർത്ഥ്യം. ഇവിടുത്തെ PDC കഴിഞ്ഞു. PDCക്ക് പഠിക്കാൻ വന്നപ്പോൾ എന്നോട് ഞാൻ മുമ്പെനിക്ക് പറഞ്ഞതാണ്, കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, ഞാൻ പഠിത്തം നിർത്തിയ സമയത്ത് 1ാം ക്ലാസ്സിൽ പോയി തുടങ്ങുന്ന വിദ്യാർത്ഥികളോടൊപ്പമാണ് ഞാൻ PDCക്ക് പഠിക്കുന്നത്. അതിൻ്റെ കാരണം പലതുകൊണ്ട് ഞാൻ വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഈ സമയത്ത് 1-2 കാര്യങ്ങൾ കൂടി ഇവിടുത്തെ ഓർമ്മ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ ഇവിടുത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൗൺസിലറായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയാണ്. മീറ്റിംഗ് ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം. ആ സമയത്ത് അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന RB സാറ് 250 രൂപ എനിക്ക് എടുത്തു ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പട്ടിക്കുടിക്കായി 250 രൂപ. ഞാൻ അങ്ങേറ്റം ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാൻ ദുഃഖിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ദുരനുഭവം, ഇവിടെ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞു. ആദ്യത്തെ വർഷം ഇലക്ഷനിലായിരുന്നു. 2ാമത്തെ വർഷം ഇലക്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ ഭൂരിപക്ഷം പേര് ജയിച്ചു. ജിസ്ലിയമ്മ എന്ന വൈസ് ചെയർമാനായിരുന്നു, ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ആഘോഷപ്രകടനം നടത്തുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നോ എന്ന് ഓർക്കുന്നില്ല. ആദരണീയനായ PV ജോസഫ് അച്ഛൻ, CP ബഹുമാനായ ഗിരീഷ് കുമാർ സാർ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഓർമ്മകൾ ഏറ്റവും സന്തോഷത്തോടു കൂടി പഠിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇവിടെ പഠിക്കാൻ പറ്റിയത്. ഏറ്റവും ആദ്യം കോളേജിൽ വരികയും ഏറ്റവും താമസിച്ച് കോളേജിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. അതുപോലെ വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു, ശനിയാഴ്ച ക്ലാസ്സിലുള്ളൂ. സമരങ്ങൾക്കൊക്കെ കൂടിയിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. പക്ഷേ സമരം നേരത്തെ ഈ സംസ്ഥാന ആഹ്വാനം ഉണ്ടല്ലോ, സംസ്ഥാന ആഹ്വാനം എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം കോളേജിൽ പിള്ളേർ വരില്ല. ഓർക്കുന്നു, എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് 1-2 പേരെ പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എന്നെ മകൻ തുല്യം സ്നേഹിച്ച കാവുകാട്ട് മിസ്, അതുപോലെ മറ്റ് എല്ലാ ടീച്ചേഴ്സും. അന്ന് ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള ടീച്ചേഴ്സൊന്നും അല്ല. PDCന് എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ടീച്ചറാണ്, എൻ്റെ ഗുരുനാഥനാണ്. അതുപോലെ കുര്യൻ സാർ, കൊമേഴ്സിലെ സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ ഗുരുനാഥനാണ്. അതുപോലെ കോളേജിൽ പോയതിനു ശേഷവും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ ടീച്ചേഴ്സും. ഞാൻ ഒരു കുറച്ച് കാലം ഞാൻ അരുവിത്തറയിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്കറിയാം ഈ കോളേജിൽ നിന്ന് പോയി ആ കോളേജിൽ പഠിച്ചപ്പോഴുള്ള ഒരു വ്യത്യാസം, ടീച്ചേഴ്സിൻ്റെ വ്യത്യാസം. എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ടീച്ചേഴ്സിൻ്റെ ആ ഒരു അവർക്ക് ടീച്ച് ചെയ്യാനുള്ള കഴിവ് എല്ലാം വ്യത്യസ്തമായിരുന്നു. പിന്നെ കൂടുതൽ ആളുകളെ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അത്. അതുപോലെ നിന്റെ പുരോഗതി അത്ഭുതകരമായ പുരോഗതിയാണ്. PV ജോസഫ് അച്ഛൻ തുടങ്ങി വെച്ച പുരോഗതി, അതുപോലെ ഏറ്റവും ആദരണീയനായ ഗിരീഷ് സാറ് ഇപ്പോൾ നടത്തുന്ന പുരോഗതി എല്ലാം വളരെ മനോഹരമാണ്.
ഈ ക്യാമ്പസിൽ വരുമ്പോൾ ഉള്ള സന്തോഷം. എൻ്റെ വൈഫിൻ്റെ വീട് തൊട്ടടുത്താണ്, അതുകൊണ്ട് ഞാൻ ഇതുവഴിയൊക്കെ ഇടയ്ക്കൊക്കെ വരും, നോക്കും. വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെയാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സ് അധികം പേരൊന്നുമില്ല, എന്നാലും എല്ലാവരെയും ഓർക്കുന്നു. തൊട്ടടുത്ത് ഇപ്പം ബെന്നിയുണ്ട്, പി യു എസ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ അവിടുത്തെ അഭിമാനമായ ബെന്നിയുണ്ട്. പിന്നെ ജൂനിയർ ബാച്ചിലുള്ള ഒരാളിവിടെ ഉണ്ട്, അവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ 85, 83, 85 ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്തായിരുന്നു. അതിനുശേഷം പിന്നെ തിരിച്ച് കറങ്ങി വന്ന് പിന്നെ 84, 86 ഒന്ന് ജോയിൻ. അതുകൊണ്ട് ഞാൻ 2 ഗ്രൂപ്പിൽ മെമ്പറാണ്. ഇവരുടെ ഗ്രൂപ്പിലുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോൾ വന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചതിന് സന്തോഷം. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെ വീണ്ടും ഓർക്കുവാൻ ഒരവസരം ഉണ്ടായതിനായിട്ട് സന്തോഷം. എവിടെ ചെന്നാലും ഇത് നമ്മുടെ കെട്ടിടങ്ങളെ സാറ് പറഞ്ഞതുപോലെ കെട്ടിടങ്ങളുടെ മഹത്വമോ പേരോ ഒന്നുമല്ല, എങ്ങനെ ഇവിടെ നിന്ന് പാസ്സായി പോകുന്ന, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകളുടെ പ്രവർത്തനവും അവരുടെ സമീപനവും അവരുടെ സന്തോഷവുമാണ് ഒരു കലാലയത്തെ മാതൃകമാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏത് ലെവലിലാണെന്നുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു, ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ പ്രാധാന്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ അലുമിനി മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ സെബി മാത്യു, അതുപോലെ തന്നെ ഇവിടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ഡോക്ടർ ഗിരീഷ് കുമാർ, നമ്മുടെ പ്രിൻസിപ്പൽ, ഏറെ ബഹുമാനായ റവറൻ ഫാദർ പി വി ജോസഫച്ചൻ, വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അനിൽകുമാർ, അതുപോലെ തന്നെ വിൽസൺ, മറ്റ് അലുമിനി അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീമതി ജസീന്ത, മറ്റ് പ്രിയമുള്ള സഹപാഠികളെ, സുഹൃത്തുക്കളെ, ബഹുമാനികളെ, ദീർഘമായ ഒരു പ്രസംഗമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പ്രസംഗത്തിൻ്റെ സമയവും അല്ല എന്ന് ഞാൻ മനസ്സിലാകും. എന്തായാലും ഇന്ന് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ അലുമിനി മീറ്റിങ്ങിൽ എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മീറ്റിങ്ങിന് ശേഷമാണ് എൻ്റെ വളരെ ദീർഘകാലമായി ഇവിടുന്ന് കോളേജ് വിട്ടതിന് ശേഷവും ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിച്ച ആളുകളാണ് അനിലും ഞാൻ. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ തമ്മിൽ അതിന് ശേഷവും പിരിമേറ്റിൽ വെച്ചിട്ടും അല്ലാതെയും പ്രൊഫഷണൽ രംഗത്തുമൊക്കെ ഉള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അനിൽ എന്നോട് ഏതാണ്ട് ഒരു വർഷമായി തോന്നുന്നില്ല, നമ്മൾ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് അല്ലാതെ കൂടിയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ മീറ്റിംഗ് നടന്ന കാര്യം തന്നെ ഞാൻ അറിയുന്നത്. ഒന്ന്, നമ്മൾ ഇവിടുന്ന് വിട്ട് കുറച്ച് ദൂരെ കഞ്ഞിക്കുഴിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ 1980-കൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ 4-5 കോളേജുകളുണ്ടായിരുന്നു. അതുപോലെ ഇടുക്കി ജില്ലയിൽ ആകെ ഉണ്ടായിരുന്നത് 2 കോളേജുകളാണ്. ഒന്ന് തൊടുപുഴ ന്യൂമാൻ കോളേജും 2 കട്ടപ്പന ഗവൺമെൻറ് കോളേജും. ഈ 2 കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് പ്രീഡിഗ്രി എന്ന് പറയുന്നത് പൂർണ്ണമായും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് 84-ൽ TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോഴാണ്, അതുപോലെ 84-ൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് MG യൂണിവേഴ്സിറ്റി കോട്ടയം ബേസ് ചെയ്തിട്ട് പുതിയ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിലുണ്ടായ മാറ്റവും സ്വാഭാവികമായും പ്രീഡിഗ്രിയെ ഹയർ സെക്കൻഡറി എന്നുള്ള വിഭാഗത്തിൽ സ്കൂളുകളിലേക്ക് അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 87 ഓക്കെ
പീരീഡിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യതയില്ല. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ ആ കാലഘട്ടത്തിൽ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ പോയിരുന്നതെന്ന് പറയുന്നത് പാരലൽ കോളേജ് വിദ്യാഭ്യാസമായിരുന്നു. സ്വാഭാവികമായും തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പൊക്കെ പാരലൽ കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പുതുതായി ആരംഭിക്കുന്ന കോളേജ് ആ വർഷം ഒന്നിച്ച് ആരംഭിക്കുന്ന ഒന്ന് ഇവിടെ ഹെൻറി ബേക്കർ കോളേജും അതുപോലെ തന്നെ മൂലമറ്റത്ത് സെൻറ് ജോസഫ് കോളേജും. അപ്പോൾ അവിടെ സ്വാഭാവികമായും മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ ആ പുതിയ കോളേജുകളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും അങ്ങനെയാണ് ഹൈറേഞ്ചിൻ്റെ ഇടുക്കിയുടെ പിന്നോക്ക ഗ്രാമമായ കഞ്ഞിക്കുഴിയിൽ നിന്ന് ഞാനിവിടെ പഠിക്കാനായി വരുന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇപ്പം ഒരു പക്ഷേ ഹെൻറി ബേക്കർ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പരിസരത്തുള്ള കുട്ടികളായിരിക്കും കൂടുതൽ. സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ ആദ്യത്തെ ബാച്ചുകളിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും വേറെ പ്രീഡിഗ്രി മുതൽ മുകളിലോട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളില്ലാതിരുന്നുകൊണ്ട് സ്വാഭാവികമായും ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കുട്ടികൾ വ്യാപകമായി ഈ പ്രദേശത്ത് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും അതുപോലെ തന്നെ അവർ ഇവിടെയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വാടകയ്ക്കൊക്കെ താമസിച്ച് ആണ് പഠിച്ചത്. അപ്പം പല ദിവസവും ബസ് ഇല്ലാഞ്ഞിട്ട് നടന്ന് മുട്ടത്തുനിന്നും അതുപോലെ തന്നെ വേട്ടയിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ നടന്നു വന്ന് പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനിതിനെ കാണുന്നത് നമ്മളുടെ ഈ 40-43 വർഷത്തെ പിന്നിലുള്ള ആ കാലം. അപ്പോൾ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം മാറി. അപ്പോൾ ആ സാമൂഹ്യ സാഹചര്യം വിദ്യാഭ്യാസ മേഖല സമസ്ത മേഖലകളും ഇപ്പം ഇന്ന് പോരാൻ നേരത്ത് പോരണോ വേണ്ടിയോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ ഭാഗമായി എൻ്റെ ഭാര്യമണിയോട് ഞാൻ അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു ഇന്ന് പോകണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു പോകണം, നിർബന്ധമായും പോകണം. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും കാലമായി. എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു കാര്യം, എൻ്റെയും അനിലിൻ്റെയും ഒക്കെ കൂടെ ഇരുന്ന് പഠിച്ച, എൻ്റെ ഇടവും വലവും ഇരുന്ന് പഠിച്ച രണ്ടാളുകൾ, ഒന്ന് ശ്രീ ഷാജി രാജാക്കാട്ടു എന്നുള്ള ആളായിരുന്നു, അതുപോലെ തന്നെ ജോൺ മൈക്കിൾ കൂവപ്പള്ളി എന്നുള്ള ആളായിരുന്നു. എൻ്റെ നേരെ ഇടതും വലതും ഇരുന്ന ആളുകളാണ്. അവർ രണ്ടുപേരും, ജോൺ മൈക്കിൾ മരിച്ചിട്ടൊരു 4 വർഷമായി, ഷാജി മരിച്ചിട്ടൊരു 7 വർഷമായി. അപ്പോൾ ഇപ്പോൾ 60 കഴിഞ്ഞ ഈ പറഞ്ഞ ഫസ്റ്റ് ബാച്ചിലുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ആളുകൾ ഇല്ലാതാവും. അപ്പോൾ അതിനിടയിൽ ഈ പറഞ്ഞ ആരെയെങ്കിലുമൊക്കെ പഴയ സുഹൃത്തുക്കളെ കാണാൻ പറ്റിയാൽ അതൊരവസരം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ വരാനായിട്ട് ദൈവത്തോട് നമ്മൾ അത്രയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതും അല്ലെങ്കിൽ ആഗ്രഹിച്ചതും. അതിവിടെ എത്താൻ കഴിഞ്ഞു, എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. അതിലെല്ലാം ഉപരി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എന്നുള്ള നിലയിൽ, അധ്യാപകൻ എന്ന നിലയിൽ ബഹുമാനായ PV ജോസഫ് അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സയൻസ് ഫസ്റ്റ് ഗ്രൂപ്പുകാരനായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അച്ഛനെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരു യഥാർത്ഥത്തിൽ ഒരു വലിയ മോട്ടിവേഷണൽ ഈ 60 വയസ്സിൽ ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാണ്. ഞാൻ ഇവിടുത്തെ പ്രീഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് LLB കഴിഞ്ഞ് MSW പഠിച്ചാലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒത്തിരി ആളുകൾ, 100 കണക്കിന് ആളുകൾ ഉള്ള ഫേമിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. വളരെ അന്ന് പറഞ്ഞാൽ അത്രയും. അപ്പോൾ ഈ 60 വയസ്സ് അല്ലെ 60 വയസ്സ് കഴിഞ്ഞ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീച്ച്, അപ്പോൾ അത് സൗഹൃദത്തിൻ്റെ പേരിലായാലും വേടുകൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്പീച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഒരു പഠനം, പുതിയ ഒരു പഠനത്തിനുള്ള വാതിൽ തുറക്കുന്നു ഇന്നത്തെ ഈ അലുമിനി മീറ്റിങ്ങിൽ പങ്കെടുത്തതിലൂടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും പ്രത്യേകം എല്ലാവരെയും വ്യക്തിപരമായി പരിചയപ്പെടണമെന്നുണ്ട്. നമ്മുടെ സമയപരിമിതി അങ്ങനെ ആണെങ്കിൽ ഇറങ്ങുമ്പോഴൊക്കെ കുറേ ആളുകളെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ പഴയ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ആളുകളിൽ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇതിൻ്റെ സംഘാടനം വളരെ നന്നായി. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അക്ഷീണം പ്രയത്നിച്ച നമ്മളുടെ അലുമിനിയം അസോസിയേഷൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഗിരീഷ് സാറ്, അതുപോലെ ഒരു രക്ഷകർത്താവ് സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങളെയൊക്കെ വേണ്ട പോലെ നയിച്ച നമ്മളുടെ അച്ഛൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അലുമിനിയം അസോസിയേഷൻ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ സഹസ്രമിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ വർഷവും ഈ മീറ്റിംഗിൽ വന്നിരുന്നു. തീർച്ചയായും ഇതൊരു വലിയ ഒരു സംരംഭമായിട്ട് നമ്മുടെ സിബി നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്നതിൽ എനിക്ക് വളരെ
അഭിമാനം തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചുപോയ സ്ഥാപനങ്ങളിലൊക്കെ പോകാൻ ഒരു അവസരം കിട്ടും, അല്ലെങ്കിൽ വിളിക്കാതെ ആണെങ്കിലും ഞാൻ ആ കോമ്പൗണ്ടിൽ പോകുന്ന നോസ്റ്റാൾജിയ ഫീലിംഗ്. ഇവിടെയാണെങ്കിലും ന്യൂമാൻ കോളേജിലാണെങ്കിലും മദ്രാസിലൊക്കെ ആണെങ്കിലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ആ സ്ഥാപനത്തിലൊന്ന് കയറുക, അവിടെ ഇവിടെ ഒന്ന് വെറുതെ ഒന്ന് നടക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ സ്ഥാപനത്തിൽ പോകുമ്പോഴും മേലുകാവിൽ എൻ്റെ തറവാട്ടിൽ വന്നു കഴിഞ്ഞാൽ, മേലുകാവിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹെൻറി ബേക്കർ കോളേജിൽ ജസ്റ്റ് ഇവിടം വരേക്ക് വന്ന് തിരിച്ചു പോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതൊരു ക്യാമ്പസിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഒരു ആത്മബന്ധം ഈ സ്ഥാപനവുമായിട്ടുണ്ട്. കാരണം ഇവിടെ പഠിക്കുവാനും ഇവിടെ കുറച്ചു കാലം പഠിപ്പിക്കുവാനും ഒക്കെ അവസരം കിട്ടിയതിലുള്ള ഒരു സന്തോഷം, അതിലുപരിയായിട്ട് ഒരു ആത്മാവുള്ള ഒരു സ്ഥാപനം, അതാണ് ഹെൻറി ബേക്കർ കോളേജ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവര് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മറ്റ് ഇതര മേഖലകളിൽ അവര് വളരെയേറെ കഴിവുള്ളവരാണ്, പ്രഗത്ഭരായി വളർന്നു വരുന്നു എന്നുള്ളത് തീർച്ചയായും വലിയ മിഷണറി ഹെൻറി ബേക്കറിൻ്റെ ആ ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വിവിധ മേഖലകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് ഇപ്പം നാസർ പ്രിൻസിപ്പൽ ചെയർമാനാണ് ഈ കാറ്റഗറി. ഞങ്ങൾക്ക് നാസർ വരുമെന്ന് ഞാൻ വന്നില്ല. പക്ഷെ അതിന് ചില അസൗകര്യങ്ങളുണ്ടാകാം. തീർച്ചയായും ഈ ഒരു നടപടി, ഈ ഒരു പ്രോഗ്രാം ഇതിന് വർഷങ്ങളിലും അവരുടെ സിബിമാത്തിൻ്റെ നേതൃത്വത്തിൽ ഭംഗിയായി നടത്തുവാനും അങ്ങനെ എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാനും നമുക്ക് കഴിയണം എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന പ്രിൻസിപ്പൽ ഗിരീഷ് സാറിൻ്റെ ഒരു ആത്മ സുഹൃത്താണ്. കാലങ്ങളായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഗിരീഷ് സാറിനും ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ ഗിരീഷ് സാറിൻ്റെ ഒരു പിന്തുണയുണ്ടാകുന്നത് മാത്രമാണ് ഇത് ഗിരീഷ് സാറിനെ മുന്നോട്ടുള്ളത്. തീർച്ചയായും സാറിനെ ഈ പ്രത്യേകം ഈ അവസരത്തിൽ അനുഭവിക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ കോളേജിലെ ഒരു ഭാഗമായെങ്കിൽ അതിൻ്റെ അകത്ത് മുഖ്യ പങ്ക് വഹിച്ചത് ജോസഫാണ്. ഞാൻ ഈ കോളേജിലെ ഈ ജോലി തരുവാൻ തന്ന പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ജോസഫാണ്. അപ്പം അച്ഛനെ അച്ഛൻ ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്. അത് അച്ഛൻ അവിടെ താമസമാക്കി. പക്ഷേ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയില്ല. ദിവസം പോകണമെന്ന് എനിക്ക് തീർച്ചയായും അച്ഛനെ ഇവിടെ വന്ന് നല്ലൊരു മെസ്സേജ് നൽകി. ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മളോടൊപ്പം പഠിച്ച പല കുട്ടികളും നമ്മളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാനും അവരെ സഹായിക്കുവാനും ഒക്കെ ഒരു കൂട്ടായ്മ, ഈ ഒരു കൂട്ടായ്മയിലൂടെ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഒരിക്കലും സ്മരിക്കാതിരിക്കാൻ പറ്റാതെ CC ജേക്കബ്സ് സാറിനെ ഞാൻ ഈ സ്മരിക്കുകയാണ്. CC ജേക്കബ്സ് സാർ എൻ്റെ വളരെ ആത്മാർത്ഥമായ, ഞാൻ ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ, ഇവിടെ ഈ കോളേജിൽ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോള് CC സാറിനും ജോസഫിനൊക്കെ ഉണ്ട്. തീർച്ചയായും അച്ഛൻ പറഞ്ഞതുപോലെ പ്രതിസന്ധികൾ പലതും നമ്മൾ നേരിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ തൻ്റെ ഇടത്തോടുകൂടി വീണ്ടും വീണ്ടും പരിശ്രമിക്കാനും അതിൻ്റെ അവസരങ്ങൾ ദൈവാനുഗ്രഹം ഉണ്ടാകാനും ഒക്കെ അത് എൻ്റെ തുടക്കം ഈ കോളേജിലായതുകൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിലുപരിയായിട്ട് ഞാൻ എന്നോട് ഒരിക്കൽ കൂടി അടിവരായിട്ട് പറയുന്നു, ഹെൻറി ബേക്കർ മിഷണറിയുടെ വലിയ ഒരു അനുഗ്രഹമുള്ള സ്ഥാപനമാണ്. ആ മിഷണറിയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സിബി, അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുമാനായ പ്രിൻസിപ്പൽ ഗിരീഷ് സാറ്, പിന്നെ PV ജോസഫ് അച്ഛൻ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, ഈ റീയൂണിയനെ കുറിച്ച് സിബി എന്നെ ആദ്യം വിളിക്കുമ്പോൾ സിബി അവർക്ക് ഞാൻ 86-88 ബാച്ചല്ല, അതിന് മുമ്പ് പഠിച്ച ഒരാളെന്ന രീതിയിലാണ് സിബി എന്നെ വിളിക്കുന്നത്. അപ്പോൾ സിബി ആദ്യം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ നല്ല കാര്യം, എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇനി പിറ്റേ ദിവസം വിളിച്ച് എന്നോട് വിളിച്ചപ്പോൾ സിബി വെച്ചപ്പോൾ ഏത് ബാച്ചാണ് വിളിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ 86-88. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 86-88 കൂടെ ഇതിനകത്തേക്ക് പാട്ടാക്കാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അതിനകത്ത് ചേർന്നത്. അതിനുശേഷം 87-89 കൂടെ അതിലേക്ക് ചേർന്നു. കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ് ഇവിടെ ഒന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന്. അവിടുത്തെ
ചില സാഹചര്യങ്ങൾ കൊണ്ട് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ നടന്ന മുഴുവൻ പരിപാടികളും വാച്ച് ചെയ്തൊരു വ്യക്തിയാണ്. 86-88 ഞാനിവിടെ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ കോളേജിൽ വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അന്ന് ചില രാഷ്ട്രീയമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടുത്തെ KC യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പം ഇവിടെയുള്ള KSU SFI തമ്മിലുള്ള അടികൾക്ക് മധ്യസ്ഥം വഹിക്കുന്നതിന് അന്ന് മാനേജറായിരുന്ന മൈക്കിൾ ജോൺ തിരുമേനിയുടെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ കാനഡയിൽ അവിടെ ഒരു എക്യുമെനിക്കൽ ഫംഗ്ഷന് പോകുമ്പോൾ അന്ന് പോലെ ഫംഗ്ഷൻ്റെ പുറത്ത് ഞാൻ നിൽക്കുമ്പോൾ നല്ല പരിചയമുള്ള ഒരു പ്രസംഗം. അപ്പം ഞാൻ ഇത് നല്ല പരിചയമുള്ള ഒരു പ്രസംഗമാണല്ലോ പറഞ്ഞ് അകത്ത് കയറിയപ്പം ബഹുമാനപ്പെട്ട മൈക്കിൾ ജോൺ തിരുമേനിയായിരുന്നു. അന്ന് തൊട്ട് തിരുമേനി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ വളരെ സുഹൃത്ത് ബന്ധത്തോടു കൂടി എൻ്റെ വീട്ടിൽ വരികയും ഞാൻ അവിടെ തിരുമേനിയുടെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വെച്ച് ചിക്കാഗോയിൽ ചോദിക്കുമ്പോൾ അവിടെ വരികയും ഞങ്ങൾക്ക് കാണുകയും സാധിച്ചു. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ളവരെക്കാളും ഇങ്ങനെയുള്ള ഈ സംഗമം പ്രവാസികളായ ഞങ്ങൾക്കൊക്കെയാണ്. കാരണം പ്രത്യേകിച്ച് ആ ഗ്രൂപ്പിൽ വരുന്ന പല ഇൻഫർമേഷൻസും ഇടപെടാതെ വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചിലപ്പോൾ അതിനകത്ത് ഒരേ ഒരു ഇവിടെ ഇരിക്കുന്നവർ നിങ്ങൾ നല്ല ഇൻഫർമേഷൻസ് ഗ്രൂപ്പുകൾ ഇടണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടികളും അതും ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പലർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നല്ല കാര്യങ്ങൾ, നമ്മുടെ അച്ചീവ്മെന്റ്, നമ്മുടെ മക്കളുടെ അച്ചീവ്മെന്റ്, നമ്മുടെ കൊച്ചുമക്കളുടെ അച്ചീവ്മെന്റ് അതൊക്കെ അറിയിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതറിയാനുള്ള ഒരു ആകാംക്ഷ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകാറുണ്ട്. ഈ പരിപാടി ഇന്നത്തെ ദിവസം നടത്താനായിട്ട് ഞാൻ സിബിയോട് ഇൻസിസ്റ്റ് ചെയ്ത ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു 4 ആഴ്ചത്തേക്ക് വെക്കേഷനാണ് വന്നിരിക്കുന്നത്. എല്ലാ ശനിയും ഞായറും 2-3 കല്യാണങ്ങളും എൻഗേജ്മെന്റുകളും പരിപാടികളുമായിട്ട് പോവുക. അപ്പം വെള്ളിയാഴ്ച ദിവസം നമുക്ക് തീർച്ചയായിട്ടും ഒരു പരിപാടിയും പിടിക്കാതെ ഇന്നത്തെ ദിവസം ഞാനത് മാറ്റിയിട്ടത് കാരണം വെച്ചാൽ നിങ്ങളെ എല്ലാവരെയും കാണുക എന്നുള്ളതാണ്. ഞാൻ ഓർത്തു ഞങ്ങളുടെ ബാച്ചിലുള്ള കുറേ പേരുണ്ടാകും എന്ന് ഞാൻ ഉദ്ദേശിച്ചു, പക്ഷെ സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങളുടെ കൂടെ പഠിച്ച രാജു മുട്ടുണ്ട്, കാനഡയിലുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട്. പുള്ളിക്ക് ചില ആരോഗ്യകരമായ കാര്യങ്ങളെ കൊണ്ട് ഇന്ന് വരാൻ പറ്റും. പുള്ളിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയും രാജുവിനെ വിളിച്ച്, രാജു ഞാൻ പോവുകയാണ് സംഗമത്തിന് നീ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എടാ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഡോക്ടേഴ്സ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ പുള്ളിക്ക് അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾ വന്ന് പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം ഞാൻ എൻ്റെ പിള്ളേരോടും വൈഫിനോടൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഞങ്ങളുടെ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പഴയ ഗേൾ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലോ എന്ന് മോള് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മുടെ ആ ഒരു സൗഹൃദ ബന്ധം അത് ഒരുപക്ഷെ ഇന്നുള്ള ജനറേഷൻ അതും ഇല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇപ്പം ഇവിടെ നിന്ന് വരുന്ന പല വിദ്യാർത്ഥികൾക്കും ഞാൻ അവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന പലർക്കും ജോലി കൊടുക്കുന്നതാണ്. പക്ഷെ അവർക്കൊന്നും ആ ഒരു ജോലി കൊടുത്താൽ ഒരു ആത്മാർത്ഥത തിരിച്ച് നമുക്ക് കാണിക്കുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് അവരുടെ ഇപ്പം വരുന്ന പുതിയ ഞാൻ 89 കാനഡയിലെത്തിയ ഇപ്പോൾ വരുന്ന ഫാമിലികളിൽ വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു സൗഹൃദം ഉണ്ടാകുന്നല്ലാതെ ആ 89 ഞങ്ങളുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും സുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പോൾ വരുന്ന ആൾക്കാർ കാണുമ്പം അത് കാണും, പക്ഷെ അവരുടേതായ രീതിയിലേക്ക് വേണം ആ സുഹൃത്ത് ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ. ഇപ്പോഴത്തെ ജനറേഷൻ അവരവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പം പഴയ ജനറേഷനിലുള്ള അത് ഒരിക്കലുമില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഉള്ള സുഹൃത്തുക്കളെ കാണുന്നതിനുള്ള എനിക്കറിയാം. എൻ്റെ കൂടെ പഠിച്ച ഒരു മോഡി ജോർജ് ഉണ്ട്. മോഡി ജോർജിനെ ഞാൻ ഇവിടെ വരുമ്പോൾ പല വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും മോഡി എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ. ഒരു പ്രാവശ്യം ഞാൻ ആക്സിഡൻ്റലി പുള്ളിക്കാനത്ത് പള്ളിയിൽ എൻ്റെ മദറിനോട് ഒരു ഫ്രണ്ട് അച്ഛനായിരുന്നു അവിടെ ഇരുന്ന് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാനം എന്നുള്ള സ്ഥലത്ത് വെച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട്, മോഡി ജോർജ് എന്നാണ്, മുതലക്കുഴിയിലാണ്. അപ്പം പറഞ്ഞു അച്ഛൻ തന്നെ അന്നേരം തന്നെ മോഡിയെ വിളിച്ച് അവിടെ വരുത്തി ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്തു.
ഇങ്ങനെ അത് ഈ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പലരെയും ഞാൻ വിളിക്കാറുണ്ട്, പലരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ നമ്മളുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളെ സൗഹൃദത്തിന് വേണ്ടി മാത്രം കീപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാതെ സൗഹൃദത്തിന് വേണ്ടി മാത്രം കീപ്പ് ചെയ്യുക എന്നുള്ളൊരു ഒരേ ഒരു അഡ്വൈസോട് കൂടി ഇന്ന് ഇവിടെ വരുവാനും നിങ്ങളെ എല്ലാം കാണുവാനും സാധിച്ചതിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ദിവസം ഇവിടെ കടന്ന് വന്ന് ഇത്രയും ഞാൻ ഇവിടെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമല്ല. അടുത്ത വർഷം കാണുമെന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ നമ്മുടെ കഴിഞ്ഞുപോയ നമ്മുടെ കോളേജ് കാലത്തെ പറ്റി ഓർക്കുന്നു. ഈ കോളേജിൽ ഞാൻ പഠിക്കുന്നത് 83-85 സെക്കൻഡറി പഠിച്ചാണ് പഠിച്ചത്. അന്ന് എന്നെ അറിയപ്പെടുന്നത് തന്നെ എൻ്റെ പേര് വേദിപ്പിടാനിൽ നിന്നാണെങ്കിലും അറിയപ്പെടുന്നത് കൽമാമിഴി അല്ലെ പേടമാമിഴി എന്നുള്ള ഇരട്ട പേരിലാണ്. പക്ഷേ കൂടുതൽ എൻ്റെ വീട്ടിലെ പേരാണ് റോജി. അപ്പം എൻ്റെ റോജി എന്നുള്ള പേരിലായിരിക്കും പിന്നെ എല്ലാവരും അറിയപ്പെടുന്നത്. എന്തായാലും വേദിപ്പിടാനി എന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്നെ അറിയത്തില്ല. കോളേജിൽ എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏറ്റവും വികൃതിയും ഏറ്റവും തല്ലിപ്പൊളിയും എല്ലാ പുസ്തകത്തിലും കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹോസ്റ്റലിൽ നിന്ന് ചാടിച്ചിടുക, കോളേജിലാണെങ്കിലും പഠിക്കാൻ വളരെ മടിയാണ്. ഹോസ്റ്റലിൽ നിന്ന് കാണിക്കാത്ത വികൃതിത്തരമില്ല. വീട്ടിൽ നിന്ന് പോയി വരിക, അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ചേച്ചി കടിച്ച് ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ പോവുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുക. അന്നത്തെ കാലത്ത് വിനോദം അതൊക്കെയായിരുന്നു. ഞാനും എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോളുണ്ട്, എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോൻ എൻ്റെ കൂടെ പഠിച്ച അനിയത്തിയുണ്ട്. ഇങ്ങനെ ഞങ്ങൾ കസിൻസ് കുറേ പേര് ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഷൈൻ ചെയ്ത് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു. കൂട്ടുകാരായിട്ട് ഒത്തുകൂടുക, കളിക്കുക, ഇതിലെല്ലാ മലകളും കയറി ഇറങ്ങുക. ഒരു മലയുടെ മുകളിൽ കയറി ചെന്നപ്പോൾ ഞാൻ ബോധം കെട്ട് വീണു. എന്നിട്ട് അവിടെ നിന്ന് വെച്ച് വലിയ പെരുമ്പാമ്പയെ കാണുന്നത്. ഇതൊക്കെ എൻ്റെ മെമ്മറി നല്ലതായിട്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുവാണ്. അതുപോലെ പിന്നീട് ഞാൻ പഠിക്കാൻ പോയ പല സ്ഥാപനങ്ങളിലും ഈ ഒരു സൗഹൃദം ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. സിറ്റികളിലൊക്കെ പോയാണ് പിന്നെ പഠിച്ചത്. അവിടെയൊന്നും ഇങ്ങനെയൊരു കൂട്ടായ്മയോ കൂട്ടുകാരായിട്ടോ ഒത്തുകൂടാനോ ഒന്നും പറ്റത്തില്ല. പിന്നീട് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി. അതും ഇവിടെ തന്നെ അവിടെ കളരിക്കലെ ഫാമിലിയിലെ ആളിനെ കല്യാണം കഴിച്ച് പല 3 എയർപോർട്ടിലായിട്ട് ഞങ്ങൾ ഇരുന്നോടത്തൊന്നും ഇതുപോലൊരു കൂട്ടായ്മയില്ല. പലരെയും പലയിടത്ത് വെച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പള്ളിയുടെ ലെവലിൽ മമ്മി ഈ രാഷ്ട്രീയവും പള്ളിയുടെ ലെവലിൽ കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ കോളേജ് മമ്മി പറയും, നീ പഠിച്ച കോളേജൊന്നുമല്ല, കോളേജ് കണ്ടിട്ടുണ്ടോ? അപ്പം ഞാൻ വന്ന് കാണാറുണ്ട്, കോളേജിൻ്റെ മ്യൂസിയങ്ങൾ കാണാറുണ്ട്. ജോസഫ് അച്ഛൻ അവിടെ വന്നിട്ടുണ്ടോ കാലിക്കട്ടിൽ അച്ഛാ? ഇല്ല. ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ എംറാൻ സാറ് തൊട്ട് മിക്ക സാറുമാരും അവിടെ പള്ളിയുടെ ലെവലിൽ ബിഷപ്പായിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ അപ്പം സാറ് പറയും മഹാവീർത്തിപ്പെണ്ണായിരുന്നു എന്ന് ഹസ്ബൻഡിനോട് പറയുമ്പോൾ അറിയാം എനിക്ക് നല്ലോണം പറയും. എന്നെ കളിയാക്കും, അവിടുത്തെ റബ്ബർത്തോട്ടത്തിൽ പുല്ലൊന്നും കാണുമല്ല, എന്ന് വെച്ചാൽ അവിടെ വെച്ചാണ് ഒത്തിരി മീറ്റിംഗ് നടക്കുന്നത് എന്നും പറഞ്ഞ് പുള്ളി തന്നെ സാറിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇന്ന് ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിരിക്കും. പിന്നെ ഈ കളിക്കൽ ഫാമിലി തന്നെ ആൾക്കാരോട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലോട് അവതരിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. വീട്ടിലല്ലാത്ത എൻ്റെ ഹിസ്റ്ററി അറിയാം നല്ലോണം. അതുപോലെ പിന്നെ സാംസ്കൃതി അന്ന് ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു ഫസ്റ്റിലെ വന്നിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അടുത്ത ബാച്ചിലായി. ഇപ്പം കുടുംബപരമായിട്ട് ഞങ്ങൾ കസിൻസൊക്കെ തന്നെയാണ്. എത്രയാണെന്ന് പറഞ്ഞാൽ ആ പഴയ കൂട്ടായ്മ ഞങ്ങളുടെ തന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ കൂടാറുണ്ട്. ഇപ്പോൾ 8 വർഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ച് തന്നെ കൂടാറൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു കാര്യം. അവർ കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങളിപ്പോൾ നാട്ടിലാണ്, അപ്പോൾ ഉപ്പതറയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദം എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കും എന്നൊന്നും അറിയില്ല. ഈ സൗഹൃദം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ഉപ്പതറയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാലിക്കട്ടിലായിരുന്നപ്പോഴും ഞാൻ ചെയ്യുന്നത് ഒത്തിരി ചാരിറ്റി കാരുണ്യ പ്രവർത്തനങ്ങളിലായിരുന്നു. ഇവിടെ വന്നിട്ടും ആ ഒരു ഇതിൽ തന്നെയാണ്. പള്ളിയുടെ ലെവലിലും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നു. അതുപോലെ ഗിരീഷ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ഈ പ്രായത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഗിരീഷ് സാറിൻ്റെ CBC സ്കൂളിലെ യോഗ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഫാർമസിയായി എടുത്തെങ്കിലും ഇന്നും എത്ര വർഷം എനിക്ക് ആരോഗ്യമുണ്ടോ അത്രയും നാളും എനിക്ക് യോഗ ടീച്ചറായിട്ട് അവിടെ വർക്ക് ചെയ്യാം. ഒപ്പം തന്നെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഡയസിസിൽ വിമൻസിന് വേണ്ടി പൊതുവായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഞാൻ വലിയ ആശയമായിരുന്നു ഈ കോളേജിൽ എനിക്ക് യോഗ പഠിപ്പിക്കണമെന്ന്. പക്ഷെ ഇപ്പം കോളേജിൽ അതിനുള്ളൊരു സാഹചര്യം വരുന്നൊക്കെ പറയുന്നുണ്ട്, അറിയത്തില്ല എങ്ങനെയാണെന്ന്. പിന്നെ അടുത്ത വർഷം ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാവരെയും ഇതുപോലെ കാണാം. പക്ഷെ സിബിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല.
എന്തേലും തിരക്ക് വിളിച്ച് എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടല്ലോ അത് ഇപ്പം തരും. ഇടയ്ക്ക് ഞാൻ പള്ളിയുടെ ഡയസിൻ്റെ ആവശ്യത്തിന് വരുമ്പോൾ സിവിയെ കാണാറൊക്കെയുണ്ട്. അതുപോലെ മുന്നോട്ടും ഇത് നല്ലോണം കൂട്ടിക്കൊണ്ട് പോകാൻ സിവിക്ക് കഴിയും. ഒപ്പം തന്നെ ഗിരീഷ് സാറിൻ്റെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഞങ്ങൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സാറിനെ പ്രത്യേകം അനുഭവിക്കുന്നു. അതുപോലെ നമ്മുടെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും സാറ് ആയിട്ട് ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ച ജോർജ് സാറാണ് ഇംഗ്ലീഷ് എടുത്തത്. ഇംഗ്ലീഷിനൊക്കെ വട്ടപ്പൂജി ഒത്തിരി പ്രാവശ്യം വാങ്ങിച്ചൊരു വ്യക്തിയാണ്. അത് തന്നെയല്ല ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ വലിയൊരു വെറുതെ കാണിച്ചിട്ടുള്ള അത് ഞാൻ ഒത്തിരി സോറി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഇംഗ്ലീഷൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എനിക്കറിയാൻ തോറ്റു പോകും. അപ്പോൾ ഞാൻ എടുത്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ 4 പിള്ളേരെ റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ട് ഞാൻ പരീക്ഷയ്ക്ക് വിടാതെ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഹോസ്റ്റലിൽ തന്നെ ചാടിച്ചിട്ട് പിന്നെ 2ാമത്തെ പ്രാവശ്യം എഴുതിയെടുത്ത്. അപ്പോൾ അത്രയ്ക്കൊരു തലതെറിച്ചൊരു പെണ്ണായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഫോഴ്സൊക്കെ ഉള്ളൂ, ഇപ്പോൾ ഒത്തിരി മാറി. അപ്പോൾ എല്ലാവരും നേരിട്ട് കണ്ടതിനും ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമ്മുടെ സിബി, നമ്മുടെ ഗിരീഷ് സാറ്, പി വി ജോസഫ് അച്ഛൻ, സുഹൃത്തുക്കളെ, ശരിക്കും ഹെൻറി ബേക്കർ കോളേജിൽ 84-86 സയൻസ് ബാച്ചായിരുന്നു ഞങ്ങൾ 4-5 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഒരു അസൂയ എനിക്ക് സാങ്ക്രിസ്റ്റിയോടുണ്ട്. സാങ്ക്രിസ്റ്റിക്ക് മാത്രം അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നുള്ളൂ. ഞങ്ങളെല്ലാം മലയാളം മീഡിയംകാരായിരുന്നു. ശരിക്കും സാങ്ക്രിസ്റ്റിയാണ് എല്ലാത്തിനും ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നത്തെ നല്ല ഒരു പെയിനായിരുന്നു. അതുകൂടാതെ നമ്മുടെ മേരിക്കുട്ടി മിസ്സായിരുന്നു. മേരിക്കുട്ടി മിസ്സിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. മേരിക്കുട്ടി മിസ്സ് ക്ലാസ് എടുക്കുമ്പം പിന്നെ ടീച്ചർ നല്ലപോലെ ക്ലാസ് എടുക്കും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റിയല്ല, ആരോടും മിണ്ടാൻ പറ്റില്ല. നമ്മൾ റെക്കോർഡ് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ സ്പെസിഫൻ നോക്കി വരയ്ക്കണമായിരുന്നു. എന്നിട്ട് റെക്കോർഡൊക്കെ വലിച്ചെറിയുമായിരുന്നു ടീച്ചർ. സത്യം പറഞ്ഞാൽ നമ്മുടെ ജയരാജ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജയരാജനെ ഒരിക്കലും മറക്കില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ജയരാജ് വീട്ടിൽ നിന്ന് പടമൊക്കെ വരച്ചോണ്ട് വന്ന് അന്നേരം കണ്ട് ശകലം അഴുക്ക് പറ്റി. അത് ഇടയാള് ചെയ്തതാണ്. പക്ഷെ മിസ് അത് വലിച്ചെറിഞ്ഞു. എനിക്കത് ഒത്തിരി ഫീൽ ചെയ്തു. ഞാൻ ഇത്ര വർഷം 38 വർഷമായാലും ഞാനത് മറന്നു പോകില്ലാത്തൊരവസ്ഥയാണ്. ശരിക്കും അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് ഡിഗ്രിക്ക് ചെന്നപ്പോഴാണ് ഇതിൻ്റെ മഹത്വം മനസ്സിലായത്. അവിടെയൊക്കെ സ്പെസിമൻ ഒന്നും നോക്കി വരയ്ക്കണ്ട, ബുക്ക് നോക്കി പടം വരച്ചാൽ മതി. പക്ഷെ ടീച്ചർ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പടം വരയ്ക്കാൻ പഠിച്ചു. നല്ല റെക്കോർഡുകളായിരുന്നു. ഡിഗ്രി PG എല്ലാം കഴിഞ്ഞു. അങ്ങനെ PGക്കും പോയി. അതുപോലെ എനിക്ക് മറക്കാൻ പാടില്ലാത്ത CC സാറാണ്. ഞാൻ ശരിക്കും MSCക്ക് എനിക്ക് CMS കോളേജ് കോട്ടയത്ത് അഡ്മിഷൻ കിട്ടി. അവിടെ 8 പേർക്കാണ് സീറ്റ്. അന്നേരം എനിക്ക് റിസർവേഷൻ ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴേ എൻ്റെ സീറ്റ് മാറ്റിയിട്ടേക്കുവാണ്. മൈക്രോബയോളജിക്ക് ഞാനൊരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി കോട്ടയത്തിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നേക്കാളും മാർക്ക് കുറഞ്ഞ ഒരു SCക്ക് സീറ്റ് കൊടുത്തു. അന്നേരം ഞാൻ പ്രിൻസിപ്പളിനെ അന്നാണ് ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ കല്യാണം കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് വെച്ച സാറിനോട് പറഞ്ഞു, അതെ എനിക്ക് മാർക്ക് കൂടുതലുണ്ട്, എനിക്കിവിടെ അഡ്മിഷൻ കിട്ടേണ്ടതാണ്. അന്നേരം പറഞ്ഞു, മോക്ക് CMS കോളേജ് മാത്രമാണ് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കത് മതി. എന്നാൽ മഹാരാജാസിൽ നിന്ന് എനിക്ക് ബോട്ടണി സുവോളജി MSCക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് CMS കോളേജിൽ തന്നെ പഠിക്കണമെന്ന് വെച്ചു. ആ സീറ്റ് ഞാൻ മേടിച്ചെടുത്തു. അതിൽ നമ്മുടെ CC സാറ് അതിൻ്റെ അത് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് അഡ്മിഷൻ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് CC സാറിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഹെൻറി ബേക്കർ കോളേജിൽ പഠിച്ച എല്ലാവർക്കും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ നമ്മുടെ അമ്മാമ്മ ഹോസ്റ്റല്, ഞാനിവിടെ ഹോസ്റ്റലായിരുന്നു. ഈ ഹോസ്റ്റലിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അനു മിസ്, ആനിയമ്മ മിസ്സൊക്കെ അവരുടെ കല്യാണ കാര്യങ്ങളൊക്കെ ഈ കോളേജിൽ വന്നതിന് ശേഷമാണ്. അന്നേരം ഒത്തിരി ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം എല്ലാവരുടെയും. പക്ഷേ പഴയ സ്മരണകൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ സത്യം പറഞ്ഞാൽ രാവിലെ വന്ന് വൈകുന്നേരം ഇവിടുന്ന് പോകാൻ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഞാൻ കൂടുതലായിട്ട് ജയരാജുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. കാരണം ഞങ്ങൾ ഈ ഓഫീസിൽ പോകുമ്പോൾ വണ്ടിയും കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ജയരാജ് അവിടെ എവിടെയെങ്കിലും നിൽക്കും. അന്നേരം ഞാൻ വിളിച്ച് കയറ്റിക്കൊണ്ട് പോകും. അന്നേരം കുറച്ച് ഒരു 10 മിനിറ്റൊക്കെ സംസാരിക്കും ഞങ്ങളങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട്. എൻ്റെ വണ്ടി പച്ചയായതുകൊണ്ട് ജയരാജന് അറിയാം അവിടെ ചിലപ്പോൾ. പക്ഷേ ഞാൻ 20 വർഷമായിട്ടും ആ വണ്ടി കളഞ്ഞിട്ടില്ല. ഇപ്പോഴെ റീടെസ്റ്റ് വന്നപ്പോൾ ചോദിച്ചു വേറെ വണ്ടി കിടപ്പുണ്ടെങ്കിലും ഞാനത്
എനിക്കെന്തോ അതിനോട് ഒരു ഭയങ്കര ഒരു ബന്ധമുണ്ട് ആ വണ്ടി, അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബെന്നി പ്രിൻസിപ്പളാണെന്ന് അറിഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അന്നേരം ബെന്നി ഞാൻ കണ്ടില്ലയോ. പക്ഷെ ബെന്നി ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ എല്ലാവരെയൊക്കെ മറന്നുപോയി. പല കോളേജിൽ നമ്മൾ പഠിച്ചുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടുന്ന് കിട്ടിയ അടിസ്ഥാനമാണ് എല്ലാവരോടും ഇടപെടാനും എല്ലാവരെയും സഹായിക്കാനും എല്ലാം സഹായിച്ചത്. ശരിക്കും ഹെൻറി ബേക്കർ കോളേജിൽ അന്ന് RD സാറിനെ ഞാൻ ഓർക്കുന്നു. പിള്ളേർ വന്ന് പൈസ, ഞാൻ അന്നത്തെ കാലത്ത് ഞാനും ഇവിടെ സ്റ്റുഡൻ്റാണ്. സാറിൻ്റെ അടുത്ത് വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ, നമ്മുടെ സ്റ്റുഡൻസ് വന്ന് ഓരോ കാര്യത്തിന് പൈസ ചോദിക്കുമ്പോൾ സാറ് പൈസ എടുത്ത് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനത് ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ മോൻ കഴിഞ്ഞ 2016 കാലഘട്ടങ്ങളിൽ 2018 3-4 വർഷം മുമ്പ് ഇവിടെ പഠിച്ചു. സത്യം പറഞ്ഞാൽ അന്നത്തെ ഞാൻ മോനോട് അഡ്മിഷൻ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഹെൻറി ബേക്കർ കോളേജിൽ കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു തന്നെ പഠിച്ചോണം, അമ്മ ഒന്നിനെ ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ഇവിടെ പഠിച്ചത്. നല്ലപോലെ പഠിച്ചു. ഗിരീഷ് സാറിനൊക്കെ അറിയാം. ഗിരീഷ് സാറിൻ്റെ മേൽനോട്ടത്തിൽ അവനെ നല്ലൊരു കഴിവുള്ളൊരു കൊച്ചാണ്. അവനിന്ന് സിവിൽ സർവീസ് കോച്ചിങ്, അത് സാറിൻ്റെ ആ നിർദ്ദേശപ്രകാരമാണ് മോൻ പോയത്. അന്ന് ഇവിടെ വന്നപ്പോൾ സാറ് പ്രസംഗം പറഞ്ഞപ്പോൾ നിങ്ങൾ 3 കൊല്ലം പിള്ളേരെ വേറെ ഒരു ജോലിക്കും വിടരുത് എന്നുള്ള അത് അന്ന് എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തു അവിടെ ഇരുന്നപ്പം അന്നത്തെ ആ പ്രസംഗം. കാരണം പിള്ളേരെല്ലാം കേറ്ററിംഗ് ജോലിക്കോ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്. അന്നേരം ആ 3 കൊല്ലം നിങ്ങൾ ഒരു പണിക്കും വിടാതെ നിങ്ങൾ പഠിപ്പിക്കണം. പക്ഷേ നല്ല വിജയമാണ്. അന്ന് ഒരാൾ ജയിച്ചുകൊണ്ടിരുന്നത് നമ്മൾ 38 വർഷത്തിന് മുമ്പൊക്കെ ഒരാൾ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് ജയിക്കുന്നിടത്ത് ഇന്ന് റാങ്കാണ് നമ്മുടെ ഈ കോളേജിന്. അത് ഏറ്റവും വലിയ പദവിയാണ് നമ്മുടെ കോളേജിലെ അധ്യാപകർ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസം അന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കുക എന്ന് മാത്രമേ നമുക്കുള്ളൂ. നമുക്കൊരു ജോലി, അന്ന് എല്ലാ വീടുകളിലും കഷ്ടപ്പാടുകളായിരുന്നു. അധ്യാപകരോ അല്ലെങ്കിൽ ജോലിക്കാരുള്ള വീടുകളില്ലായിരുന്നു. പക്ഷേ അന്ന് നമുക്കൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരുന്നു, നമുക്കൊരു ജോലി മേടിക്കുക എന്ന്. ആ ജോലി മേടിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം ഈ ശരിക്കും ഈ ഹെൻറി ബേക്കർ കോളേജിൽ പഠിച്ചുകൊണ്ട് മാത്രമായിരിക്കാം. അന്നേരം നമ്മൾ ആ കഷ്ടപ്പാടുകളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗിരീഷ് സാറ് നമ്മുടെ ഈ കോളേജിന് വേണ്ടി ചെയ്ത എല്ലാ പ്രവൃത്തികളും ഏറ്റവും വലുതാണ്. കാരണം നമ്മുടെ നാക്കിൻ്റെ അഫിലിയേഷനൊക്കെ നമുക്ക് കിട്ടി. അതിലെല്ലാം സാറാണ് ശരിക്കും അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചത്. ശരിക്കും നല്ലൊരു ഒന്നാന്തരം ഒരു കോളേജായിട്ട് തന്നെ നമ്മൾ ഈ ഹെൻറി ബേക്കർ കോളേജ് തീരുവാൻ സഹായിച്ചു. അതുപോലെ എല്ലാ കാര്യങ്ങളിലും സാറിൻ്റെ ആത്മാർത്ഥതയുണ്ട്. സാർ അടുത്ത വർഷം റിട്ടയർ ആകുമെന്ന് ഇവിടെ വന്ന് ഞാൻ ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ഒരു വർഷം കൂടെ ഉള്ളെന്ന്. നമുക്ക് സാറിൻ്റെ റിട്ടയർമെൻറ്റിനെ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് കൂടാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാണേലും നമുക്ക് എല്ലാവർക്കും കൂടി സാറിന് നല്ലൊരു യാത്രയയപ്പ് കൊടുക്കണം. അതുപോലെ എല്ലാ അച്ഛന്മാരെയും നമ്മൾ ഓർക്കുന്നു. ഇവിടെ പഠിച്ച എല്ലാ ടീച്ചർമാരെയും ഓർക്കുന്നു. അവരൊക്കെ തന്ന മാതൃകയ്ക്ക് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ ഒരു സംഗമം സംഘടിപ്പിക്കുവാൻ ഇനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സിബി, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഗിരീഷ് സാറ്, ബഹുമാനപ്പെട്ട PUS കൊച്ചൻ, വേദിയിലുള്ള സുഹൃത്തുക്കളെ, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും വളരെ ആഗ്രഹിച്ചാണ് ഇന്ന് ഈ യോഗത്തിന് വന്നിരിക്കുന്നത്. ഞാൻ പല കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട്. അരുവിത്തറ സെൻറ്റ് ജോർജ്, പാല സെൻറ്റ് തോമസ്, തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ളത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കി തന്നത് നമ്മുടെ ഈ കോളേജാണ്. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം അരുവിത്തറ സെൻറ്റ് ജോർജ് കോളേജ് പോയി പ്രീ ഡിഗ്രി പഠിച്ചു. പക്ഷേ 2ാം വർഷം റിസൾട്ട് വന്നപ്പോൾ 8 നിലയല്ല അതിൻ്റെ അപ്പുറത്തെ നില നമ്മൾ പൊട്ടി. അതിനുശേഷം വീട്ടിൽ വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഹെൻറി ബേക്കർ കോളേജ് ആരംഭിക്കുന്നത്. ആരംഭിച്ച വർഷം എനിക്ക് ചേരാൻ പറ്റിയില്ല. 2ാം വർഷത്തിൽ ഞാനിവിടെ ചേർന്നു. അന്ന് ഈ കോളേജ് ഇവിടെ ആരംഭിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ആദ്യത്തെ ആ ഇരുളിൽ നിന്ന് ഒരു വെളിച്ചത്തേക്ക് കടന്നു വരാൻ സാധിച്ച ഈ കോളേജാണ്. അത് എന്നും ഞാൻ പഠിച്ച മറ്റ് കലാലയങ്ങളെ വെച്ച് എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ഹെൻറി ബേക്കർ കോളേജ്. അന്ന് ഈ കോളേജിലെ അധ്യാപകർ, പ്രിൻസിപ്പൽ RB സാറ്, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ PV ജോസഫ് അച്ഛന്, CC ജേക്കബ് സാറ്, ജോറസ് സാറ്, രാജുവി കൃഷ്ണപുരം, മറ്റു മിസ്സുമാർ, ഇവരെയൊക്കെ ഇന്നും അവരുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്നും ഇരിക്കുന്നൊരു
ഒരു ഫീലിങ്സാണ് നമുക്ക് ഇവരെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമുക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി നമ്മളെ കൈപിടിച്ചുയർത്തിയ സ്ഥാപനമാണ് ഹെൻറി ബേക്കർ കോളേജ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഞാൻ മറ്റു പഠിച്ച കോളേജിലേക്ക് ഇപ്പോൾ അലുമിനി മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ പോലും സാധാരണ അവിടെ ഇത് പോകാറില്ല. പക്ഷേ നമ്മുടെ കോളേജിൻ്റെ അലുമിനി മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും എല്ലാ കാലത്തും പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ തങ്കപ്പ സാറിനെ കുറിച്ചാണ്. തങ്കപ്പ സാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനായിട്ടത് പറഞ്ഞേക്കാം. വേറൊന്നുമല്ല, തങ്കപ്പ സാറ് ഒരു ഇപ്പം പീരുമേട്ടിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത വർഷമായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങളവിടെ ഒന്നിച്ചിരിക്കുന്നു. പക്ഷെ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു പുസ്തകം നോവൽ രചിച്ച് പ്രസാദനം നടത്തി. കഴിഞ്ഞ മാസം 20-ാം തീയതി, ഡിസംബർ 20-ാം തീയതി പീരുമേട്ടിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ വി ആർ സുധീഷാണ് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. ഒരു നോവലാണ്, മുക്രി എന്നാണ് പേര്. അറിയാത്ത ആൾക്കാരോട് അതൊന്നും അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് വിചാരിച്ചു. അത് പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. താല്പര്യമുള്ളവർക്ക് അതൊന്നും പരിശോധിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഞാൻ ഏറ്റവും പെട്ടെന്ന് നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിൻ്റെ പ്രസിഡന്റുമായ സിബി മാത്യു, അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഗിരീഷ് സാറ്, അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട പി വി ജോസഫ് അച്ഛൻ, അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച വിൽസൺ മാത്യു, ജസ്റ്റിൻ ജോസഫ്, ജസ്റ്റിൻ്റെ ഫാദർ പി വി ജോസഫ് അച്ഛനും ഈ പറഞ്ഞത് കുറച്ച് കാലം, ഒരു 3-4 മാസക്കാലം എന്നെ പഠിപ്പിച്ചാൽ അതിനുശേഷം ഞാൻ ഗ്രൂപ്പ് മാറി സയൻസ് ഗ്രൂപ്പിലേക്ക് പോയതാണ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ മകനായ ജസ്റ്റിനും അതുപോലെ തന്നെ ജസീന്ത നമ്മുടെ യോഗത്തിൻ്റെ നമ്മുടെ പൂർവ്വ വിദ്യാഭ്യാസത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ജസീന്തയ്ക്കും അതുപോലെ തന്നെ ഇന്ന് വന്നു ചേർന്ന് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്നേഹിക്കുന്നു.